വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമാണ് വെളിപ്പാട്. 31,173 39 പഴയ നിയമഗ്രന്ഥം, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ ഇതിനകത്ത്. പുതിയ നിയമത്തിൽ 260 പരം അധ്യായങ്ങൾ. 5 ഭാഗങ്ങൾ. 1 സുവിശേഷം, രാവിലെ ചിന്തിച്ചു. 2 സഭയുടെ ചരിത്ര അപ്പോസ്തല പ്രവൃത്തി. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യത. റോമയും കോരിന്ത്യയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും കൊലോസ്യരും. അത് കഴിഞ്ഞ് ചെറിയ ലേഖനങ്ങൾ. വരുവാനിരിക്കുന്ന കാലം, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, മരണാനന്തര ജീവിതമല്ല. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ അവസാനം ഇങ്ങനൊരു പാട്ട് പാടുന്നുണ്ട്. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു. എന്താ പ്രവചിച്ചത്? 1000 ഭക്തന്മാരുമായി കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരും. அதுக்கு தான் மேடையில் உட்கார்ந்த வாலிப குழுவினார் இந்த டல் செய்தி கூட்டங்களில் உண்மையான பாடல் கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകൂടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. വീണ്ടും യൂദ എഴുതി, പകപിണക്കം, കോപം, തൊന്തപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, കത്തിക്കുത്ത്, ജീവനത്തിൻ്റെ പ്രതാപ്, ഏവരെയും ന്യായം വിധിക്കുവാൻ വെള്ളസിംഹാസനത്തിൽ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെളിപ്പെടും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. വീണ്ടും യൂദ വീഴാതിരിപ്പാൻ. എല്ലാവരും വീഴുന്നൊരു കാലം 2019 കണ്ടില്ലേ? ഒരു ഗ്രാം വൈറസ് വന്നു, നമ്മളെല്ലാം പരയ്ക്കകത്താക്കി. അതുപോലെ ഇനിയും അമീബ, മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ പനി, ഷിഗല്ല, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, എത്രയോ മഹാവ്യാധികൾ ലോകത്ത് പടരുന്നു. ജലജന്യ രോഗങ്ങൾ. ഒരുപക്ഷെ ബാങ്കുകൾ പൂട്ടുവാൻ സാധ്യത. വിമാനങ്ങൾ ഓടാത്ത കാലം ഭാവിയിൽ വരാം. ഒരുപക്ഷെ പ്ലെയിൻ ഓടാത്ത കാലമെല്ലാം ഭാവിയിൽ വരാം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് യൂദ പറഞ്ഞു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയുടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ പറയും, സ്വർഗമുഖത്തേക്ക് നോക്കി പറയൂ, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12, അപ്പച്ച അമ്മച്ചി, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ മുട്ടുമടക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭയുടെ ഭാവി കാലപ്രത്യാശ. AD 30 കാൽവരിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് പരമയാഗമായി. അതിനുശേഷം ഭരണാധികാരികൾ ബാറി വന്നു. ഭക്തന്മാരെ മുഴുവൻ ഈ ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നു. ഹെരോദാവ്, പീലാത്തോസ്, പുറകെ വന്ന് വെസ്പേഷ്യൻ, അത് കഴിഞ്ഞ് റോമാനഗരം ചുട്ടരിച്ച നീറോ, യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, ലൗദിയോസ്, ക്ലൗഡിയോസ്. ഈ കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് ക്രൂരമായ ന്യായവിധി. AD 37 നല്ല പരിശോധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്തെഫാനോസിനെ ആരാ? ശൗൽ പടപടാ കല്ലെറിഞ്ഞു. പാവപ്പെട്ട സ്തെഫാനോസ് താഴെ വീണു. അവൻ അവസാനം പിടികിട്ടി, ഞാൻ എന്തായാലും ഈ ലോകത്തിൽ നിന്ന് മാറും. എങ്കിലും അവൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ സ്വർഗം തുറന്നു. അതാ ഭാഷ പറഞ്ഞ കോരിന്ത്യ ലേഖനം ഇന്ന് രാത്രി തുടങ്ങി വെച്ചു. സ്തെഫാനോസിനെ സ്വർഗം കാണിച്ചു. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മരണവീട്ടിൽ പ്രത്യാശയോടെ പറയും, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ, ഓടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലം. മക്കളെ, സ്തെഫാനോസ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് യാക്കോബിൻ്റെ തല വെട്ടി മാറ്റുന്നു. പത്രോസ് അപ്പോസ്തലന്റെ തല കീഴായി ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അയ്യോ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ത്യയുടെ മണ്ണിൽ വന്ന തോമാസ് അപ്പോസ്തലൻ 72 മൈലാപ്പൂരിൽ വധിക്കപ്പെട്ടു. പൗലോസ് ലീഗായ എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? റോമിൽ കൊണ്ടുവന്നു. ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച അദ്ദേഹത്തെ കൊല്ലുന്നത്. പൗലോസിൻ്റെ പ്രത്യേകത എന്തുവാ? ഒരു കാരാഗ്രഹത്തിൽ ഹോസ്റ്റലിൽ കിടക്കുക. ശനിയാഴ്ച വൈകിട്ട് 2 പടയാളികൾ വന്ന് പൗലോസിനോട് പറഞ്ഞു, സഹോദര, താങ്കളെ നാളെ കൊണ്ടുപോകും. കളിക്കാവിളയിൽ നമ്മുടെ തടിയിറക്കുന്ന ടിമ്പർ മില്ലിൽ വാള് വെച്ച് തടിയിറക്കുന്ന പോലെ താങ്കളുടെ കഴുത്തിറക്കും. പൗലോസിനൊരു വേവലാതി, മരണത്തിൻ്റെ വേവലാതിയല്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് തിമോഥെയോസ്, ഒനോമിയോസ്. ഒരുവൻ ചെങ്കോട്ടെ ട്രാക്ടർ കൊടുക്കാൻ പോയിരിക്കുന്നു, മറ്റവൻ മാർത്താണ്ഡത്തെങ്ങാണ്ട് പരിശോധത്തിൽ പ്രസംഗിക്കാൻ പോയി. നമ്മുടെ ഭാഷയിൽ മടങ്ങി വരുമ്പോൾ ജയിലിൻ്റെ മുൻപിൽ വന്ന് നോക്കും, കാരാഗ്രഹത്തിൽ കാണത്തില്ല. അവരവിടെ നിന്ന് കരയാനുള്ള സാധ്യത. അത് കണ്ടിട്ട് അപ്പച്ച അമ്മച്ചി ജയിലിനകത്ത് ഒരു കരിക്കട്ട കിട്ടി, ചിരട്ടയിലുള്ള വെള്ളം കിട്ടി. അങ്ങനെ ഒരു പ്രത്യാശയുടെ വാക്ക് ജയിലിനകത്ത് എഴുതി, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മക്കളെ, മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേ, ഭാരപ്പെടര, നീതിയുടെ കിരീടവുമായി നമ്മുടെ കാന്തൻ മധ്യാകാശത്തിൽ വരും. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച് പടപട കഴുത്തുകൊണ്ട് നമ്മുടെ മില്ലിനകത്ത് തടിയിറക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്തപ്പോൾ ജോസീഫസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ തല
തെറിച്ചുപോയി. നാവ് സംസാരിക്കുന്ന പ്രത്യാശയാണ് കാണുന്നത്. ഭക്തന്മാരുടെ മരണം. ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. AD 64 നല്ലൊരു അരുമயான ഊഴിയക്കാരൻ. അവർ താൻ യോഹന്നാൻ അപ്പോസ്തലൻ എവിടെയൊക്കെ പോയി? ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലേക്ക് പോയി. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ നല്ല സ്ഥലമായിരുന്നു. ആസിയയിലേക്ക് പോയി. ആസിയയിലേക്ക് പോയിട്ട് എന്താ 7 സഭകളുണ്ടാക്കി. ആസിയയിലെ 7 സഭകൾ. ആദ്യത്തെ യാത്ര എഫെസോസും ലവോദിക്കയും സ്മർണയും തിദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ. ആ കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ്റെ ഭരണമാണ്. ഡൊമീഷ്യൻ ചോദിച്ചു, യേശുവിനെ രക്ഷകനെന്നും റോം പറയത്തില്ല, തച്ചൻ്റെ മകൻ അഥവാ കാർപ്പൻ്ററുടെ ആശാരിയുടെ മകൻ അല്ലെങ്കിൽ തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പടയാളികൾ പറഞ്ഞൊരു കാര്യം ണ്ട്, മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്. അവിടെ എഫെസോസ് സഭയുടെ സീനിയർ തലമൈ ബോധകരായിരിക്കരുത്. എന്നാ പ്രായം ഇരിക്കത്? ഒരു 90 വയസ്സ് മേലെ ഇരിക്കത്. ഇങ്ങ വരക്കൂടാതെ കൊണ്ടുവരണ്ട. അന്ന് ഡൊമീഷ്യൻ കൊടുത്ത താളിയോലകളിൽ തിരുത്താണികൾ കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലുവാനുള്ളൊരു കൽപ്പന കൊടുത്തു. എന്താ? അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ. അപ്പം ചമ്മച്ചി ഇന്ന് രാത്രി കേൾക്കണം. രാവിലെ നമ്മ പെയ്ത്തോ മാതിരി രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ പുറത്തെ ചരിത്രം ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. കമ്മിറ്റിയില്ല, സെക്രട്ടറിയില്ല, ചർച്ചക്കുള്ള ആരുമേ കിടയാതെ. അവരടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ മരിക്കാൻ പോവുക. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. മാതാവേ പിതാവേ 90 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പച്ചൻ കൈകാൽ വിറയ്ക്കുന്നു. അദ്ദേഹത്തെ ഒരു ടേബിളിൽ കടത്തി 6 മണിയായപ്പോൾ ഈ കത്തി കൊണ്ട് കീറുന്നതിന് മുമ്പ് മാർക്ക് ചെയ്തു. ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്ന പോലെ 6:30 സൈറൺ മുഴക്കിയപ്പോൾ മുഖാഭരണം ധരിപ്പിച്ചു. 7 മണിയായപ്പോൾ ഒരു പടയാളി ഇറങ്ങി. ആരാ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. പച്ച പൈൻമരത്തിൻ്റെ കൂറൂശ്, ലംബം തിരച്ചീനം, പീലാത്തോസിൻ്റെ 3 ആണി, 156 മുള്ളുള്ള കിരീടം, 39 അടി. യേശുവിനെ തകർത്തൊരു പടയാളിയുണ്ട്, അത് പെരിട്ടോണിയസ്. അവൻ്റെ കയ്യിലെ ചാട്ടപാറ അയ്യക്കട്ടയും വാളച്ചൂണ്ടയുമായി നമ്മുടെ നാഥനെ തകർത്ത്. അവൻ്റെ കസിനായ ഒരുവനുണ്ടായിരുന്നു, ജയിലിലെ ആരാച്ചാർ പോലെ മനുഷ്യൻ്റെ ശരീരം കീറുന്നവൻ. 7 മണിക്ക് അവൻ വന്നു. വല്യപ്പച്ചൻ ഇങ്ങനെ കിടക്കുക. അന്നനാളത്തിൻ്റെ അവിടെ ഇങ്ങനെ പെരിയ കത്തി വെച്ചു. താഴോട്ട് കയറിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിച്ചു. അവൻ കത്തി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തി ഉണ്ട്, കെട്ടഴിച്ചു വിട്ടേക്കാം. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ കാരാഗ്രഹത്തിനകത്ത് സഹായിക്കാൻ ആരുമില്ല, എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. അപ്പച്ചാമ്മച്ചി, ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഏത് വെന്റിലേറ്ററിനകത്ത് കിടന്നാലും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തന. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സർജിക്കൽ റൂമിനകത്ത് നീ കിടക്ക്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് ഡോക്ടർ പറയും അധിക നാളൊന്നുമില്ല, മരിച്ചു നവാർ. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, ഞാൻ എൻ്റെ ബൈബിളിനകത്ത് എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കമാ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സിസ്റ്റർ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലുകൾ നിൻ്റെ മുൻപിൽ അടയും. കുഞ്ഞുങ്ങളോട് പറയും, പാലിയേറ്റീവുകാർ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഇനി ശവപ്പെട്ടി മേടിക്കുമോ? ഇന്ന് രാത്രി RCCയിലെ ഡോക്ടറുടെ വാക്കല്ല വലുത്. കരമുയർത്തണം. എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യവും അടിക്ക്. നിംസിലെ മധു ശ്രീധർ സാർ പറയും, ഈ അച്ചായൻ്റെ ശരീരത്തിൽ അനസ്തേഷ്യ പമ്പ് ചെയ്താൽ ശവപ്പെട്ടി ഉറപ്പാ. കാത്തലാബിൻ്റെ മുൻപിൽ കുഞ്ഞുങ്ങളോട് പറയും, ഒരു ശവപ്പെട്ടി കരുതിക്കോളാം. ഇന്ന് രാത്രി നിംസിലെ മധു ശ്രീധർ സാറിൻ്റെ വാക്കല്ല വലുത്. കരമുയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിന് മതിയായവന. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോകുക. മൂവോട്ട് ഗോണ. എന്നാൽ നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ നിന്നെ വിട്ടുപോകില്ല. The kindness of the mercy of the God is never gone. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ കരങ്ങളിലിരിക്കുന്ന സാധാരണ പുസ്തകമല്ല, കുട്ടിസനും മായാവിയും ഡിങ്കനുമല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, ഞാൻ വെളിപ്പാടിലേക്ക് മടങ്ങി വരുക, അതിനകത്ത് 8000 വാഗ്ദത്തങ്ങളുണ്ട്. 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. അങ്ങനെയെങ്കിൽ ഒരു വാഗ്ദത്തം പറഞ്ഞ് പത്മോസിലേക്ക് നാം യാത്ര ചെയ്യാം. എന്താ? പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. കഴുതി അന്വേഷിച്ച് പോയവനെ
ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവാക്കി. ശൗലിൻ്റെ കയ്യിൽ ഒരു കുന്തവും കിട്ടി. കിന്നരം വായിക്കുന്ന ദാവീദിനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മലയാളി പെന്തിക്കോസുകാരുടെ കണക്ക് 2 എണ്ണത്തിനെ ദൈവം ഒതുക്കി, മനസ്സിലാക്കുന്നവർക്കായി. ശൗലിനെ മകനൂടെ ഗിൽബോവായി പോയി. യോനാഥാൻ അവിടെ തീർന്നു. ശൗല് സ്വന്തം കുന്തമെടുത്ത് അവൻ്റെ വള്ളക്കോട്ട് ഒരു കുത്തും കൊടുത്ത്. ബൈബിളിലൊരു ഭാഗമുണ്ട്, വീരന്മാർ പട്ടുപോയതെങ്ങനെ. ദൈവം വിളിച്ച് നിന്നെ ശുശ്രൂഷയിലാക്കി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മഹത്വവും മാനവും തന്നിട്ട് ആവശ്യമില്ലാതെ പോസ്റ്റ് ഇടാനും കുന്തമറിയാനും പോയ നിൻ്റെ കാര്യം ദൈവം തീർക്കും, മനസ്സിലാക്കുന്നവർക്കായി. അപ്പോൾ ശമൂവേലിനെ സ്വർഗം വിളിച്ചു. ശമൂവേലിനെ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മുടെ ഈസിയായി അങ്കിൾ ഇരിക്കത് അങ്ങ് വീട്ടുക്കുള്ള പോയി ഒരുവനെ രാജാവാക്കണം. സന്തോഷമില്ലല്ലോ. ശമൂവേൽ രാവിലെ ലാൻഡ് ഫോൺ എടുത്ത് ഇസിയായി അച്ഛന് ഫോൺ ചെയ്ത്, ஐயா நான் காலையில் அங்கே வருவது நீ பிள்ளை எல்லாம் ரெடியாக்கி நிறுத்தணும், ഒരുത്തനെ അங்கே നിന്ന് രാജാവാക്കാൻ പോന്നു. ഈയോ ഇസിയായിക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും കേട്ടാട്ട് ശമൂവേൽ ലാംബി സ്കൂട്ടറുമായിട്ട് രാവിലെ അവിടെ ചെന്നു. ഇസിയായി നല്ല ടീ ഒക്കെ കൊടുത്തു. നല്ലൊരു പാട്ടും ശമൂവേൽ പാടി. ഞാനും എൻ വീടും എൻ വീട്ടാരനൈവരും. സന്തോഷമില്ലല്ലോ, സ്തോത്രം. ഒരു സങ്കീർത്തനവും പാടി. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. 7 പിള്ളേരെ അവിടെ ഇരുത്തിയിരിക്കുക. എല്ലാത്തിനും വെള്ളറുടെ ബൈബിൾ കോളേജ്, കുമ്പനാട് ഹെബ്രോൻ, വാൻ ഹുസൈൻ്റെ ഷർട്ട്, കില്ലറിൻ്റെ പാൻറ്റ്, നല്ല പെർഫ്യൂമും അടിച്ച് 7 എണ്ണം ഇരിക്കുക. സ്തോത്രം. ആദ്യം ശമൂവേൽ ഒരുത്തൻ്റെ മുന്നിൽ കൈവെക്കാൻ പോയി. ഉടനെ സ്വർഗം പറഞ്ഞവനെ കണ്ടില്ല. നമ്പർ 2 കൈവെക്കാൻ പോയി, കണ്ടില്ല. നമ്പർ 3 ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ 1 2 3 4 5 6 7. ഇங்கே തമിഴ്നാട് അരുമയാണ് ഊഴിയക്കാർ இருக்குது. എന്നെപ്പോലെ കേരളത്തിലെ ഊഴിയക്കാർക്ക് പൈസ കിട്ടിയിരുന്ന 7 എണ്ണത്തിനെയും കൈവച്ച് ഞങ്ങൾ ഓർഡിനേഷൻ കൊടുത്തതിന് സ്തോത്രം. അപ്പം ശമൂവേൽ അങ്ങനെയുള്ള ആളല്ല. ശമൂവേൽ ചോദിച്ച്, നിനക്ക് വേറെ വല്ല പിള്ളை இருக்குதா? അപ്പം ഇസിയായി അച്ഛൻ പറഞ്ഞു, നമുക്കൊരു പിള്ളை இருக்குது. അവൻ എവിടെ ഇരിക്കുന്നത്? അമ്പൂരി തേക്കുപാറ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം പറഞ്ഞ് അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. പഴയ നിയമത്തിൽ 7ാമത്തത് അൺവാണ്ടഡ് ചൈൽഡാണ്, മനസ്സിലാക്കുന്നവർക്കായി. എന്താ കാര്യമെന്നറിയാമോ? 6 കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ 8ാമത് വരുന്നതല്ല അൺവാണ്ടഡാ. പുതിയ നിയമത്തിൽ തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 7 അനുഗ്രഹം. അതുകൊണ്ട് എഫേസ്യ ലേഖനം വെളിപ്പാട് 7. അപ്പം ശമൂവേൽ സാധാരണ പുള്ളിയാണോ? ശമൂവേൽ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. കാര്യം എന്താ? പണ്ടൊരു അമ്മച്ചി ചർച്ചിൽ പോയായിരുന്നു. അമ്മച്ചി പാനും കാര്യമുണ്ട്. വീട്ടിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, പെനീന. സന്തോഷമില്ലല്ലോ. അവൾ ഇൻസ്റ്റാഗ്രാം വഴി എന്നും അന്നയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അവൾക്ക് മക്കളില്ല. അപ്പോൾ നേരെ എന്തോ പോയി ചർച്ചിലേക്ക് പോയി. നല്ലോണം കരയാൻ തുടങ്ങി. ഏലി വിചാരിച്ചു ഇവർക്ക് എന്തോ പറ്റിയെന്ന്. കണ്ണയ്ക്ക് പിടികിട്ടി ചർച്ചിലെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയെന്ന്. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസുകാർക്ക് IPCക്കാർക്ക് സന്തോഷമില്ല. എന്താ? നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. കരമുയരുന്നില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അമ്മാമ്മ കരഞ്ഞു. അമ്മാമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവെ ഒരു പിള്ളെ തന്നാൽ ആലയത്തെ കരുമയാണ് ജപത്തേക്ക് കൊടുക്കുന്ന നല്ല ഊഴിയക്കാരനാണ്. സന്തോഷമേ കിടയാത്. ഇന്ന് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ കേരള 2 മക്കൾ ഇരിക്കുന്നത്. നാം 2 നമുക്ക് 2. പയ്യൻ വന്ന് അരുമയാൻ എഞ്ചിനീയർ, അർത്ഥം പപ്പായ്ക്ക് നല്ല കല്ലറ വെട്ടി അടക്കണം. പെൺകുളന്ത് വന്ന് BSc നേഴ്സ് ഡോക്ടർ, പപ്പ കിടക്കുമ്പം ഇൻസുലിൻ പമ്പ് ചെയ്യണം. മനസ്സിലാകുന്നവർക്കായി. യാറും ഊളിയത്തേക്ക് വരാതെ, മനസ്സിലാകുന്നവർക്കായി. കേരളാവിൽ മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമൂവേൽ നല്ലതുപോലെ. ഏലിക്ക് 2 മക്കളുണ്ടായിരുന്നു. എത്ര പേർക്കറിയാം? അമ്മമാരുടെ പേര് ഗോപിനിയും പിന്നെ കാശുവ. ചർച്ച് വരത്തില്ല, കീബോർഡ് വായിക്കത്തില്ല, പായിടത്തില്ല. ചർച്ചിലെ സ്വോത്രകാഴ്ച എടുത്തുകൊണ്ട് യവന്മാരെവിടെ നെയ്യാറ്റിങ്കര വിസ്മയെ പോയി പൊരിച്ച കോഴി തിന്നുന്ന 2 കള്ളന്മാരായിരുന്നു. ആരൊക്കെയായിരുന്നു? അവൻ്റെ പേരാ ഗോപിനിയും പിന്നെ കാശ്. അവന്മാരെ 2നെ ദൈവം ഒതുക്കി കളഞ്ഞു. പാസ്റ്റർമാരുടെ മക്കളായാലും കുഴപ്പമില്ല, ലൈവ് പോയാലും കുഴപ്പമില്ല. സ്വോത്രം. ആ പാവപ്പെട്ട ശമൂവേൽ എവിടെ കിടക്കുക? ഏലിയുടെ കൂടെ ചർച്ചിൽ കിടക്കുക. ഒരു ദിവസം രാത്രി ഒരു 7:30 ആയപ്പോൾ വിളി വന്നു, ശമൂവേല്. அப்போ சீஃப் பாஸ்டரா ஏலி அவர்கிட்ட தலைமை போதகர்கிட்ட கேட்டு, ஐயா நீங்கள் கூப்பிட்டுருக்குதா? അപ്പോൾ ചോദിച്ചു, ഓട്സ് വേണോ കഞ്ഞി വേണോ? അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞ്, ഞാൻ എൻഷോർ പൗഡർ കഴിച്ചിട്ട് ഉറങ്ങുവാന്ന്. സന്തോഷമില്ലല്ലോ. 2ാമത് 9:30 മണിയായപ്പോൾ വീണ്ടും 2ാമത്തെ വിളി വന്ന്, ശമൂവേല്. ഉടനെ നമ്മുടെ ശമൂവേൽ എന്ന ഏലി പുരോഹിതനോട് ഊഴിയക്കാരനോട് ചോദിച്ചു, അയ്യാ ഇൻസുലിൻ എടുക്കാനാണോ? അപ്പോൾ പറഞ്ഞാൽ ലാൻഡസ് ഇൻസുലിനും എടുത്തെന്ന്. മനസ്സിലാകുന്നവർക്കായി. ഏലി പുരോഹിതൻ പറഞ്ഞു, ഇനി വിളിച്ച കർത്താവ്. രാത്രി 2 മണിയുടെ യാമത്തിൽ അർദ്ധരാത്രിയിൽ വചനം ദൗർലഭ്യമായിരുന്ന കാലത്ത് ഒരു വിളി ഇറങ്ങി വന്ന്, ശമൂവേലേ അടിയനിതാ. കരമുയർത്തുന്നവർക്കായി. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്നവനെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി. അവൻ കൈക്കൂലി വീഴത്തില്ല, അഴിമതി വീഴത്തില്ല, കള്ളപ്രവചനത്തിലും വീഴത്തില്ല. അപ്പോൾ ഇശായിയോട് പറഞ്ഞു, അവൻ വരാതെ യാഗം നടക്കത്തില്ല. ഇശായി പറഞ്ഞു, പെട്ടെന്ന് നാട്ടുവിടാം. തേക്ക് പറയുന്ന ദാവീദ് വന്നു, അവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി വാഗ്ദത്തം. എന്താ?
ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് വരുവാൻ. ഇതാ പ്രോമിസ്. ഒന്ന്, അവന് PhD ബിരുദമില്ലായിരുന്നു, കാരക്കോണത്ത് ബിരുദമില്ലായിരുന്നു, മാർത്താണ്ഡ എബ്രഹാം കോളേജിൻ്റെ ബിരുദമില്ലായിരുന്നു. ഒന്ന്, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കരമടിച്ച് ആരാധിക്കുന്നവൻ അധിക ദിവസം മൂവാട്ടുവാണത് കിടക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? രണ്ടാമത്തെ കാര്യം എല്ലാവരും കേട്ടട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ? അവൻ്റെ മേൽ ഒന്നുണ്ടായിരുന്നു, അഭിഷേകം. എന്താ അഭിഷേകം? അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ വന്ന് ദുഷ്ടമൃഗത്തെ തകർക്കുവാൻ അവൻ്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നു. ഒന്ന്, ഒരു ദൈവ പൈതലിൻ്റെ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കരമടിച്ച് കർത്തരെ ആരാധിക്കുക. രണ്ട്, അഭിഷേകം. അഭിഷേകമുള്ളവൻ മുമ്പോട്ട് കാണാതെ കിടക്കത്തില്ല. ഇന്ന് രാത്രി ആരൊക്കെ നിൻ്റെ വാഗ്ദത്തത്തിനെതിരെ വേലികൾ കെട്ടിയാലും, ആരൊക്കെ നിൻ്റെ വാഗ്ദത്തത്തിനെതിരെ മതിലുകൾ കെട്ടിയാലും, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഏത് കാട്ടിനകത്ത് കടന്നാലും ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് ദാവീദ് പാടിയത്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എങ്കിലും ദൈവം ചേർത്തുകൊള്ള. കരമടിച്ച് ആരാധിക്കുന്ന മോനെ, കരമടിച്ച് ആരാധിക്കുന്ന മകളെ, നീ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുക. ഇന്ന് രാത്രി ദാവീദിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അധിക ദിവസം നീ മുമ്പോട്ട് കാണത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിൽ ദൂതേറ്റെടുക്കണം. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാ ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റുമെങ്കിൽ നാട്ടുകാരനെ നോക്കണ്ട, വീട്ടുകാരനെ നോക്കണ്ട, കൂടിയിരിക്കുന്നവനെ നോക്കണ്ട. അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ പിൻപിൽ ചെയറുകൾ ഒരുക്കുക. അടകാവ് രഗത ബൗഡ കരമടിച്ച ദാവീദിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കുക. ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. അപ്പനും അമ്മയും ഉപേക്ഷിക്കുന്ന നാട്ടുകാരൻ നിന്നെ തള്ളിക്കളയും. എന്നാൽ കരമടിച്ച് ആരാധിക്കുന്നവനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവാക്ക്. അതൊക്കെ തന്നെ നല്ല അരുമயான പാടുകൾ കുഞ്ഞുങ്ങൾ പാടും. യാക്കോബ് ഇസ്രായേലാകും ഇടയൻ രാജാവാകും. അതുകൊണ്ട് ദാവീദ് ഒരു സങ്കീർത്തനം എഴുതി. എത്ര പേർക്കറിയാം? 23. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ എൻ്റെ ഇടയനാകുന്നു. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ട് അമ്മ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മുടെ കന്നുമാമൂട്ടി നിർമ്മൽ കൃഷ്ണ പൊട്ടട്ട് എങ്കിലും പച്ചയായ പുൽപ്പുറത്തൂടെ കർത്താവ് എന്നെ നടത്തും. മനസ്സിലാക്കുന്നവർക്കായി നിന്റെ കിണറ്റ് വെള്ളമില്ലെങ്കിൽ സ്വസ്ഥതയുടെ വെള്ളം നിനക്ക് തരും. ഇന്ന് രാത്രി പ്രത്യാശയോടെ പറയണം, കൂടങ്കവളം ആണവ നിലയം തകർന്നാലും കൂരിരുളിൻ്റെ താഴ്വരെ കൂടെ കടന്നു പോയാലും അവൻ്റെ കരം എന്നെ പിടിച്ച് തന്നെ നടത്തും. അങ്ങനെ ആരാധിക്കുന്നവൻ സഭയിലൊരു കാര്യം പറയും, മാസമല്ല നിന്റെ വീട്ടുമുറ്റത്ത് നന്മ വരുന്നത്. അതുകൊണ്ട് ദാവീദ് പാടി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ്. അതുകൊണ്ട് ആര് കൈവിട്ടാലും, അപ്പനും അമ്മയും കൈവിട്ടാലും ഇന്ന് രാത്രി അവസാന രാത്രി ദാവീദിനോട് ചേർന്ന് പറയണം, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ച. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ആത്മാവിൽ ദൂതേറ്റെടുക്കണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കരമടിച്ച് ആരാധിക്കുന്ന നീ എന്നും തേക്കുപാറ കിടക്കത്തില്ല, എന്നും നീ അമ്പൂരി കിടക്കത്തില്ല, നീ മൂവോട്ട് കോണത്ത് കിടത്തില്ല. ദൈവത്തിൻ്റെ വഴി നിനക്ക് വേണ്ടി തുറന്നു വരും. വാഗ്ദത്തങ്ങളുടെ ദൈവം, വാക്ക് മാറാത്തവനായ ദൈവം, വഴികൾ ഒരുക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ. ബാക്കി നാളെ അവസാനമായി യോഹന്നാനെ നാട് കടത്തുന്നു. എവിടെയാ? നല്ല സ്ഥലമല്ല, ഗ്രീസ് തലസ്ഥാനം ഏതൻസ്. ഏതൻസിൽ 60 മൈൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്, തേംസ്. അതിൻ്റെ നടുവിൽ പൂവാർ ഐലൻഡ് കിട്ടുന്ന ഒരു ദ്വീപുണ്ട്, പത്മോസ്. 16 നീളം, 10 കിലോമീറ്റർ വീതി. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനായ യോഹന്നാനെ അവിടെ കൊണ്ട് തള്ളി. വഴികളും വാതിലുകളും മറിഞ്ഞു. 5 കാഴ്ചകൾ: ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷ്ടം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. എന്താ സംഭവിക്കുന്ന? പാറക്കൂട്ട്. യോഹന്നാൻ മുട്ടുമടക്കി. സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. ഇന്ന് രാത്രി മുഴങ്കാലിൽ ജപത്തെ കൊടുക്കുന്ന അരുമயான പിള്ളകൾ യാറും ഇന്ന പക്കമില്ലെങ്കിലും ആണ്ടവരാകിയ ക്രിസ്തുവിൻ വല്ലമായി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിവർ നിനക്കെതിരെ നിൽക്കും. നമ്മുടെ കണ്ണുനീര് വീഴുമ്പോൾ വഴി നിനക്ക് വേണ്ടി തുറന്നു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ബാക്കി നാളെ സ്വർഗം തുറക്കുന്ന ദർശനമാ വെളിപ്പാട്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്. 7 നക്ഷത്രமான സഭയിൽ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ
ചെറിയ പ്രവചന ഗ്രന്ഥം എപ്പോക്കാലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. 404 വാക്യം 22 അധ്യായം. എത്ര ദിവസം വേണമെങ്കിലും പ്രസംഗിക്കാൻ. കണ്ടന്റ് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടിൽ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 ലോകം ഒരുവൻ്റെ കയ്യിൽ, ന്യൂ വേ വേൾഡ് ഓർഡർ. അതിൻ്റെ ഒരു ഭാഗം രാവിലെ പറഞ്ഞ്, രണ്ടാം ഭാഗം വെളിപ്പാട്, ലോകം ഒരുവൻ ഭരിക്കാൻ വരുന്നു. രാവിലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗത്തിലാണ്. നാളെ കറക്റ്റ് രാവിലെ പറയാം. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണയുഗം, 5 ശങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ വാതിൽ അടയാറായി. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗം, ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേരും. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണം. നല്ല ശ്രദ്ധയോടെ ബാക്കി ലൈവിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ കിട്ടും. 1-ാം ലോക മഹായുദ്ധം, ഒരു സംഘടന വന്നു. ആ സംഘടനയുടെ പേര് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. 2-ാം ലോക മഹായുദ്ധം, ഇന്നൊരു സംഘടനയുണ്ട്, അതിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻസ്, ഇപ്പോഴുമുണ്ട്. ഇനി 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അത്തി തളിർത്തു കൊമ്പിളതായി, അവനടുക്ക വാതിൽക്കൽ ആൻറ്റി ക്രൈസ്റ്റ്. ഒരുവൻ വരുന്നു ഇൻ്റർനെറ്റുമായി, കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരിക്കുമോ? വെളിപ്പാട് 13:1-2. വെളിപ്പാട് ദീർഘദർശി അധികാരം 13 വസനത്തെ വാസിക്കരുത്. 1-2 എടുത്താട്ടെ വായിക്കാം. അപ്പോൾ 10 കൊമ്പും, മോൾ അവിടെ നിന്നാട്ടെ സമാധാനത്തിൽ. അപ്പോൾ 10 കൊമ്പ്. ഇനി പെരിയ പോകത്തോള്. ഏതാ 10 കൊമ്പ്? മോൻ ലൈവും കൊടുക്കണം. യൂറോപ്പ 12 രാഷ്ട്രങ്ങളാ വോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിന് ദൈവം വെട്ടി. ബ്രിട്ടൻ അതുകൊണ്ടില്ലയോ? നലേടിയിൽ വത്സമാമയുടെ അടുത്ത് പാസ്റ്റ് ചെയ്യുന്നു. ഊളിയക്കാർ 3 മക്കളായിരുന്നു. വത്സമാമയോട് ഒടിച്ചു, മൂത്തവൻ എവിടാ? അപ്പം പറഞ്ഞു അവൻ അയർലൻഡ്. അപ്പം ചോദിച്ചു മോളെവിടാ? അവൾ ഡബ്ലിൻ. അത് കഴിഞ്ഞിട്ട് ഇളയ മോൻ എവിടാ? അവ ഇപ്പം സ്വീഡൻ. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ഇപ്പോൾ വത്സമാമയുണ്ടൊരു വേലക്കാരിയുണ്ട്, വേലക്കാരി പോയാൽ കട്ടകാലു മനസ്സിലാകുന്നവർക്കായി. സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ഇവിടെ എല്ലാം അങ്ങനെ പോയി. അതായി ബ്രിട്ടൻ മാറി. ഇനി ഒരെണ്ണവും കൂടെ മാറിയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. അവിടം വരായി ലോക സംഭവം. ഇന്ന് രാത്രി ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം രാവിലെ നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്തത് ആറയൂരിൽ നിന്നൊരു പയ്യൻ, എനിക്കറിയത്തില്ല, രാവിലെ അവൻ എന്നെ ഫോണിൽ വിളിച്ചു. സാറിന് എന്നെ ഓർമ്മയുണ്ടോ, പാസിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു മോനെ ഇപ്പം തന്നെ പെൻഡ്രൈവ് സ്ലോവാ, എങ്ങനെ അറിയത്തില്ല, മോൻ എവിടെ നിന്ന് വിളിക്കുക? അപ്പോൾ അവൻ പറയാം ഞാൻ മാൾട്ടാ ദ്വീപിൽ നിന്ന് വിളിക്കുവാന്ന് പാസ്റ്റർ. ഞാൻ ഞെട്ടിപ്പോയി, മാൾട്ടാ ദ്വീപിൽ നിന്ന്, സ്വോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ ഏതാ? അയ്യോ പാസ്റ്ററിന് എന്നെ അറിയത്തില്ല, ആറയൂർ CSI 4 വർഷം പാസ് പ്രസംഗിച്ചതാ, ഞാനിപ്പോൾ മാൾട്ടാ ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനി അവിടെ വന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വാട്സപ്പുള്ളൊരു നമ്പർ തരാം, അവിടെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന്. പയ്യൻ പറഞ്ഞ് ഞാൻ ഓപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വിളിക്കാം. ഞാൻ നോക്കിയപ്പോൾ മാൾട്ടാ ദ്വീപിലെ കടലെ തിരകളെല്ലാം അവൻ കാണിക്കുന്നു. പൗലോസ് പോയ മെലീത്താ ദ്വീപ്. ഞാൻ ചോദിച്ചു ഈ കടലിൽ അങ്ങോട്ട് പോയാൽ വല്ല സ്ഥലമുണ്ടോയെന്ന്. അപ്പോഴാണ് പറയുന്നത് ഇനി വെള്ളമുള്ള സ്ഥലമില്ലെന്ന്. സന്തോഷമില്ലല്ലോ. ആറയൂക്കാരൻ പയ്യ അക്കൗണ്ടൻ്റായിട്ട് മാൾട്ടാ ദ്വീപി ഹല്ലേലൂയ ഹോസന്ന. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം ബാക്കി കൂടെ കേട്ടാ ചായ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ മോനെ പ്രാർത്ഥിച്ച ഓർമ്മയുണ്ടോ? അയ്യോ പാസ് തലേ കൈവച്ചാ പ്രാർത്ഥിച്ചെന്ന്. ഉളിയക്കാർ പോയാൽ ഒരു വാക്ക്, അവന് $1 ശമ്പളം, $100 കിട്ടിയാൽ 10,000. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി, സ്വോത്രം. അങ്ങനെയെങ്കിൽ മാൾട്ടാ ദ്വീപിൽ പോയി മലയാളി, അവിടം വരെ ആറയൂർ CSIക്കാരൻ. അങ്ങനെയെങ്കിൽ 10 കൊമ്പ് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ. ബ്രിട്ടൻ പോയി, ഇനി ഒന്നുകൂടെ പോയാൽ എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ. അടുത്തത് മോള് വായിക്കാം. 7 തലയും. കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധയോടെ, അതുകൊണ്ടേ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്. 7 ഭൂഖണ്ഡം: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 7 ഭൂഖണ്ഡം. അടുത്തത് കൊമ്പുകളിൽ 10 രാജമുടിയും. യൂറോപ്പിനോട് 10 രാജാക്കന്മാർ ചേരും. തമിഴ്നാട്ടിൽ അരുമയാന മുതലമച്ചർ,
ജോസഫ് വിജയ് മാത്രമല്ല അനവധി മിനിസ്റ്റേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്തോല് 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേരും. അടുത്തത് തലയിൽ ദൂഷണനാമങ്ങളും. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം, ദൂഷണ നാമം നിറഞ്ഞൊരു ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇതിന്റെ പേരാ വരാനിരിക്കുന്നത് എതിർ ക്രിസ്തു, മൃഗം, ബീസ്റ്റ്. വായിക്കാം അടുത്തത്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യം. പുള്ളിപ്പുലി ഗ്രീസ്. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. അതിന്റെ കാൽ കരടിക്കാൽ. ഇന്നത്തെ ഇറാൻ. അതുകൊണ്ട് ഇറാൻ തകരത്തില്ല. ഈ യുദ്ധം വെടിനിർത്തലേ വരത്തുള്ളൂ. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റി ക്രൈസ്റ്റിന് വരാൻ വഴിയില്ല. ഇതെല്ലാം ട്രംപും കമ്പും എല്ലാം വെടിനിർത്തൽ കൊണ്ടുവരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. സിംഹമുഖമാ തലയിറക്കുന്ന നായാട്ടുവീരന്മാർ, നിമ്രോദ് അഥവാ വരാനിരിക്കുന്ന തലയിറക്കുന്ന നായാട്ടുവീരന്മാർ. അടുത്തത് വായിക്കാം. അതിനു മഹാസർപ്പം തന്റെ ശക്തിയും. ഏദനിൽ കണ്ട മഹാസർപ്പം വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതാ യേശു പറഞ്ഞു അവനടുക്ക വാതിൽക്കൽ. അപ്പ ഈ മൃഗത്തെ ആര് കാണും? അതാ നമ്മുടെ പ്രസംഗം. ഈ മൃഗത്തെ ആര് കാണും? ഈ 6 ദിന കൂട്ടങ്ങളിൽ വന്നവർ ഈ വാക്യം മറക്കാതെ ഈ കുഞ്ഞു വായിക്കുന്ന വാക്യം നോട്ട് ചെയ്യണം. ഈ മൃഗത്തെ ആര് കാണും? വെളിപ്പാട് പുസ്തകം 17:8-9 വാക്യങ്ങൾ. ഈ മൃഗത്തെ ആര് കാണും? കുഞ്ഞു വായിച്ചാട്ട്. ഈ മൃഗത്തെ ആര് കാണും? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും, ഇപ്പോൾ ജനാധിപത്യ ഭരണം ഇപ്പോൾ ഇല്ലാത്തതും, ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും, ഈ ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുവന്നൊരു ഭരണാധികാരി വരുന്ന അവനടുക്ക വാതിൽക്കൽ. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും. എല്ലാവരും ഈ വാക്ക് നോട്ട് ചെയ്യണം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന. വായിച്ചോ. കറക്റ്റ് ആ കുഞ്ഞ് നീ വായിക്കുന്ന. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. ക്ലിയർ വായിക്കുന്നു. മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇങ്ങനെ വായിക്കത്തില്ലോ. പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടു അതിശയിക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോവും? കരമുയരുന്നില്ലല്ലോ അച്ചായ. പ്രിയന്റെ വരവിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി അതാ പറയുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്നവനെ തീപ്പൊയ്കയിൽ തള്ളിയിട്. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാന്തന്റെ വരവിലെടുക്കപ്പെടും. അപ്പൊ ആന്റി ക്രൈസ്റ്റ് പിന്നെ വരത്തോള്. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. അമ്മച്ചിമാരും അച്ചായമാരും ശ്രദ്ധയോടെ. വേറെ ചിന്ത വരുത്. ലോകം ഒരുവൻ ഭരിക്കണം. എല്ലാവരും കേട്ടാട്ട്. 7 ഭൂഖണ്ഡം: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ബാക്കിയൂടെ കേട്ടാട്ടെ. ഈ 7 ഭൂഖണ്ഡം. ഇന്ന് ലോകത്തിൽ 197 രാഷ്ട്രമുണ്ട്. 70 ദ്വീപുകളുമുണ്ട്. നമ്മുടെ മാലിദ്വീപ്, ശ്രീലങ്ക എന്ന് പറയുന്നത് 262 രാജ്യങ്ങൾ. ഇതൊരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. ഏത് വല? മൂവാറ്റുപുഴത്ത് സൂസമ്മ കിണറ്റിൻ്റെ മേളിയിടുന്ന വലയല്ല. ആ വലയുടെ പേരാ ഇന്റർനെറ്റ്. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് വരണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ വരണം. എല്ലാവരും കേട്ടോണം. ഇവിടം തൊട്ടാ പ്രസംഗം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലെല്ലാം പടപടാ പൊട്ടുവെന്നാ ഇപ്പം പറയാൻ പോകുന്നത്. എന്താ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എവിടെ കണ്ടുപിടിച്ചു? വളരെ സ്ലോയിലാണ് പോകുന്നത്. 1945 അമേരിക്കയിലെ ഫിലാഡൽഫിയ P1. 1961 അമേരിക്ക ഫിലാഡൽഫിയ P2. 1971 P3. 1987 4-ാം പതിപ്പ്. അന്ന് മാർത്താണ്ഡ കളിക്കാവിളയൊക്കെ കമ്പ്യൂട്ടർ ഷോറൂം വന്ന്. അന്ന് കമ്പ്യൂട്ടർ മേടിക്കാൻ പോകണം. എന്തോ വേണം? ഓട്ടോ പിടിച്ചു പോകണം. വലിയൊരു പെട്ടി, ടെലിവിഷൻ്റെ കണക്ക്, വേറൊരു USB വേറൊരു ബോർഡ്, എല്ലാം കൂടെ ഒരു പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുവരണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതെല്ലായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ. വലിയൊരു TV, പിന്നെ വലിയൊരു പെട്ടി, ഇതെല്ലാം കൂടെ കൊണ്ടുവരണം. ഇന്നത്തെ കമ്പ്യൂട്ടർ എന്താ? കൊച്ചുങ്ങൾ ബാഗ് തൂക്കുന്ന പോലെ. സന്തോഷമില്ലല്ലോ? എല്ലാം ഒരു പുറയ്ക്കകത്ത്, മനസ്സിലാകുന്നവർക്കായി. ലാപ്ടോപ്പിനകത്ത്, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടർ 87-4. ഇന്നത്തെ കമ്പ്യൂട്ടർ എവിടം വരായി? 4G, 5G, 6G, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. ഏത് കാര്യം ചെയ്യണമെങ്കിലും WWW ആസ്പദമായി. ലോകം ഒരുവൻ്റെ കയ്യിൽ വരുമോ? കമ്പ്യൂട്ടർ വരുമോ? WW വരുമോ? നമ്പർ 1. എല്ലാവരും ശ്രദ്ധയോടെ. ഇന്ന് ഞാൻ മൂവാറ്റുപുഴ ബെഥസ്ദ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കേൾക്കണം. നമ്മുടെ കുഞ്ഞ് ഇത് ലൈവ് കൊടുക്കുന്നു. ഈ കൺവെൻഷൻ 110 രാജ്യങ്ങളിൽ ഇപ്പം കാണാം. WW.
ഈ കൺവെൻഷൻ്റെ ലൈവ് ലിങ്ക് കൊടുത്താൽ 110 രാജ്യങ്ങളിൽ 2 ക്യാമറ, 1 ലാപ്ടോപ്പ്, ഭിത്തിയിൽ ഒരു കൊച്ചു പെട്ടി ചെകുത്താൻ്റെ കണക്ക്. സന്തോഷമില്ലല്ലോ? ലോകം ഒരുവൻ്റെ കയ്യിൽ. നമ്പർ 1. രണ്ടാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. നമ്മുടെ മലയടിയിൽ ഒരു അച്ചായൻ്റെ അച്ചായ ഇപ്പം ന്യൂയോർക്കിലാണ്. വീട് മലയടിയിലെ പൂട്ടി ബാബുക്കുട്ടി ഏൽപ്പിച്ചേക്കുക. വീട്ടിന് മുമ്പിൽ ഒരു ഉരുളൻ ക്യാമറ ഇരിപ്പുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന CC ക്യാമറ പോലെ. സ്വോത്രം. ഇത് അച്ചായൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തേക്കാം. പാവപ്പെട്ട ബാബുക്കുട്ടി ബ്രദർ രാവിലെ എന്താ ചെയ്തതെന്നറിയാം? രാവിലെ കറണ്ട് ബില്ലും കണ്ടെടുക്കാൻ വന്ന് അച്ചായ ഫോണല്ല മൊബൈൽ നോക്കിയപ്പോൾ ബാബുക്കുട്ടി വീട് തുറക്കുന്നു. ഉടനെ അച്ചായ വാട്സപ്പിൽ ഒരു വിളി മലയടിയിലോട്ട്, ബാബുക്കുട്ടി ബ്രദറെ ഇലക്ട്രിസിറ്റി ബില്ലെടുക്കാനോ കറണ്ട് ബില്ലെടുക്കാനോ വന്നേന്ന്. വീട് മലയടി, കറങ്ങുന്ന ക്യാമറ, അച്ചായ ഇരിക്കുന്ന ന്യൂയോർക്ക്, വാട്സപ്പിൽ കൂടെ പ്രൈസ് ദി ലോർഡ്. കരം ഉയരുന്നില്ലല്ലോ? സ്വോത്രം. ലോകം വിരൽത്തുമ്പിൽ. രണ്ടാമത്തെ കാര്യം. 3, നമ്മുടെ കൊച്ചു മോനിരിക്കുന്ന ആ വാച്ച് ഞെക്കിക്കൊണ്ടിരി പഠിച്ചില്ല നീ വരുവഴിയാണ് മനസ്സിലാക്കുന്നവർക്കായി. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം കൊച്ചിന് 2020 ക്രിക്കറ്റ് കളി ചെന്നൈ നടക്കുന്ന കാണണം. മമ്മിക്കാന്നേ കാശുമില്ല, യവനാന്ന് കിണറ്റിൻ്റെ മേളിൽ ഇരിക്കുക പാസ്റ്റർമാരെ. ഇപ്പോൾ സന്തോഷമില്ലല്ലോ? പിള്ളേരെല്ലാം കിണറ്റിൻ്റെ കരയിലായിരിക്കുന്നത്. ചാടിപ്പോയാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ് മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. യവനിപ്പം എന്താ ചെന്നൈക്ക് പോകാൻ പൈസ വേണം. മമ്മി പറഞ്ഞ് കോവിഡ് കഴിഞ്ഞ് രക്ഷയില്ല. മാർത്താണ്ഡത്ത് പോയി 1000 രൂപയ്ക്ക് ഒരു മൊബൈൽ ലോൺ എടുത്തു. EMI 300 രൂപയ്ക്ക് എയർടെൽ ചാർജ് ചെയ്തു. മലയടിയിൽ മരത്തിൻ്റെ മേളിൽ കയറി ഒറ്റ ഞെക്ക്. WW10 സ്പോർട്സ്. സന്തോഷമില്ലല്ലോ? ചെന്നൈ സൂപ്പർ കിങ്സ് അടിക്കുന്ന 6 അവരുടെ മൊബൈലിൽ കരമുയർത്തുന്നവർക്കായി കയറും വേണ്ട വയറും വേണ്ട. 3, 4 കമ്പ്യൂട്ടർ. പറഞ്ഞുതരാം. ഇവിടെ ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് എവിടാ? കുവൈറ്റ് കൊക്കക്കോള കമ്പനിയിൽ. 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ പോയി. പെങ്കൊച്ചിനൊരു ഗർഭധാരണത്തിൻ്റെ അവസ്ഥ. നമ്മുടെ തൊട്ടടുത്ത് കാരക്കോണത്ത് മതിലിയാടി ഗൈനക്കോളജി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. മമ്മി അവളൂടാ പോയെ. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 900 രൂപ കെട്ടിവെക്കണം, അൾട്രാസൗണ്ട് എടുക്കണം, താഴെ പോകണം. പാവം പെങ്കൊച്ചിനെ അവിടെ കൊണ്ടുപോയി. റേഡിയോളജി ഡോക്ടറും കോട്ടിട്ടൊരു പെങ്കൊച്ചൂടെ കടത്തി. മമ്മി കിളിവാതിൽ നിൽക്കുക. ആ സമയത്ത് പെങ്കൊച്ചിൻ്റെ വയറ്റിൽ ഒരു സ്കാനറിൻ്റെ ക്യാമറ കറക്കി. ലാപ്ടോപ്പ് താണ്ട് ഈ മോൻ്റെ ലാപ്ടോപ്പ്, അതിനകത്ത് കുഞ്ഞ് വയറ്റിനകത്ത് വളരുന്നു. ഉടനെ കിടക്കുന്ന പെങ്കൊച്ചിനോട് സിസ്റ്റർ പറഞ്ഞ്, കൺഗ്രാജുലേഷൻസ്, നിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നു. അപ്പോൾ അവൾ ചോദിച്ച്, നിൻ്റെ ചേട്ടൻ എവിടെ? അപ്പം പറഞ്ഞ്, എൻ്റെ ചേട്ടൻ കുവൈറ്റ് കൊക്കക്കോള കമ്പനിയിലാണ്. മെയിൽ ID ഉണ്ടോ എന്ന് ചോദിച്ച്. പറഞ്ഞു, മമ്മിയുടെ മൊബൈലിലുണ്ട് മെയിൽ ID എന്ന്. മനസ്സിലാക്കുന്നവർക്കായി. കിളിവാതിലിൽ നിന്ന് മമ്മിയുടെ മൊബൈൽ മേടിച്ചു. ഈ ലാപ്ടോപ്പിൽ നിന്ന് ഒരു വയർ കുത്തി കീ കൂക്കു ഒറ്റയടി. മനസ്സിലാക്കുന്നവർക്കായി. കുവൈറ്റ് കൊക്കക്കോള കമ്പനി ഇരിക്കുന്ന പയ്യൻ തൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കാണുന്നു. ഓൺലൈൻ. ലോകം വിരൽത്തുമ്പിൽ. സന്തോഷം ഇല്ലല്ലോ അമ്മാമ്മ? എല്ലാം കേട്ടോണം. ബൈബിൾ ഇപ്പോൾ കൊണ്ടുവരാൻ പോവാ. 5ാമത്തെ കാര്യം. നമ്മുടെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്നു. അവൻ എവിടെ കൊണ്ടുപോയി? തിരുവനന്തപുരത്തെ നിംസ് മെഡിസിറ്റി കൊണ്ടുപോയി. ഇവിടുത്തെ മെയിൻ ഡോക്ടർ മധു ശ്രീധർ സാറാ. പുള്ളി അപ്പോളോയിലായിരുന്നു, ജൂനിയർ ഡോക്ടറാ. പുള്ളി പെട്ടെന്നൊരു സ്കാൻ എടുത്തിട്ട് പറഞ്ഞു, ഒരു ബ്ലോക്കേ ഉള്ളു, പൈപ്പ് മാറ്റിയിടാന്ന്. സന്തോഷമില്ലല്ലോ? നമ്മുടെ വീട്ടിൽ പ്ലംബർ വന്നിട്ട് പൈപ്പ് കട്ടിടുന്നതാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്ത് വാൽവ് ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നവർക്കായി. ആൻജിയോ. അപ്പം ഈ പുള്ളിക്കാരൻ കടന്നു കഴിഞ്ഞപ്പോൾ ഇവരൊന്നുകൂടെ സ്കാൻ ചെയ്ത് ശരീരം കട്ട് ചെയ്ത് പോയി. 2 ബ്ലോക്ക്. അപ്പം എന്തോ ചെയ്യണം? ഒരു അഡ്വൈസ്. ഉടനെ സിസ്റ്ററോട് പറഞ്ഞ്, ആ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടെ. മധു ശ്രീധരനാഥ് സാറിന് വിളിക്കുന്നു. ഓൺലൈനിൽ കൂടെ നിംസ് മെഡിസിറ്റി കിടക്കുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരം അപ്പോളോയിലിരിക്കുന്ന മധു ശ്രീധർ സാർ കാണുന്നു. മൊബൈൽ കട്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്യണം. ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞ്, എല്ലാം കഴിയുമ്പോൾ പള്ളയ്ക്ക് ഒരു പ്ലാസ്റ്ററും വെക്കണമെന്ന്. സന്തോഷമില്ലല്ലോ? പയ്യൻ കിടക്കുന്നത് തിരുവനന്തപുരം നിംസ്, കാണുന്നത് ചെന്നൈ അപ്പോളോ. മൊബൈൽ വഴി സർജറി അഡ്വൈസ്. അതാ 5G ഇന്നത്തെ ലോകം. അങ്ങനെയെങ്കിൽ ലോകം വിരൽത്തുമ്പിൽ വരണം. WW. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അത് 666 COMPUTER. നാളെ വേണേലും സംശയമുണ്ട്, യോഗം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് വന്നാൽ മതി. എന്താ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത COMPUTER. നമ്മുടെ മലയാളം തമിഴ് A1 B2 C3 D4 ഈ 5 ഇങ്ങനെ. പക്ഷേ നമ്മുടെ W23 യഹൂദൻ്റെ 6ാമത്തെ അക്ഷരമാണ് W. അതിന് ഒരു സംഖ്യയ്ക്ക് അവർ 6ന്റെ വിലയാണ് കൊടുത്തിരിക്കുന്നത്. പറയാം, നിങ്ങൾ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത്, അതിക്കുള്ള സംഗീതം ഇരിക്കുന്നത്. സംഗീതം സങ്കീർത്തനം 119. ഓരോ സങ്കീർത്തനത്തിന് മേളിൽ എഴുതിയിട്ടുണ്ട്. 1 ആലേവ്, 2 ബേത്ത്, 3 ജീമേൽ,
അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഹോ, അത് കഴിഞ്ഞ് 6-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ കണ്ണികയിൽ എഴുതിയിട്ടുണ്ട് വൗ, അഥവാ W, ലോകം വിരൽത്തുമ്പിൽ. 119-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ തലക്കെട്ടുണ്ട്, അതാ വൗ. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകം വരണമെങ്കിൽ WWW, വേൾഡ് വൈഡ് വെബ്സൈറ്റ്. എല്ലാവരും കേൾക്കണം. IPCയുടെ സൈറ്റ്, തമിഴ്നാട് IPC അടിച്ചാൽ വരത്തില്ല. WWIPC തമിഴ്നാട്. നിങ്ങളുടെ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും, മനസ്സിലാകുന്നവർക്കായി. ഇവിടെ പോത്തീസ്, വെറും പോത്തീസ് ഇത് മൊബൈൽ അടിച്ചാൽ വരത്തില്ല. WW പോത്തീസ് അടിച്ചാൽ തമിഴ്നാട്ടിലും കേരളത്തിലെ ഷോറൂം മുഴുവൻ ഓഫർ സഹിതം തല്ലുപടി എല്ലാം തെളിഞ്ഞു വരും. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഞങ്ങളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ എല്ലാം കയറി വരും. അതിൻ്റെ ആസ്പദം നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് അടിച്ചാലും യൂട്യൂബ് അടിച്ചാലും വെറുതെ ടൈപ്പ് ചെയ്താൽ മതി, W കൊടുക്കണ്ട, ആ സോഫ്റ്റ്വെയറാ. അങ്ങനെയെങ്കിൽ എല്ലാം ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ എല്ലാം WWW, വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അങ്ങനെയെങ്കിൽ യഹൂദൻ്റെ അക്ഷരം, കമ്പ്യൂട്ടർ പറഞ്ഞുതരാം. യോഗം കഴിഞ്ഞ് വേണേൽ വീണ്ടും പറയാം. C18, O90, M78, P96, U126, T120, E30, R108 സമം 666. കമ്പ്യൂട്ടർ സമം 666. ലോകം ഒരുവൻ്റെ വരാൻ പോകുന്നു. ഇതാ മനുഷ്യരിലേക്ക് മൈക്രോ ചിപ്പും വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ദാണ്ട് ഇതാ വരുന്ന ബാർ കോഡ്. മോനെ ലൈവെല്ലാം ക്ലിയർ ആയിക്കോ. 666 666 ഇതാ ബാർ കോഡ്. ലോകം ഒരുവൻ്റെ കയ്യിൽ, അവൻ്റെ നമ്പർ 666. ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ WWW. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 5W. ഇന്ന് ഇന്ത്യയിലുണ്ടായ ഒരു പാർട്ടിയെ പറ്റി ഇപ്പം പറയാൻ പോവുക. 5W വായിക്കാം. വെളിപ്പാട് 13, 3, 4, 5, 6, 7 വാക്യം. കുഞ്ഞു വായിച്ചാട്ട്. വെളിപ്പാട് 13, 3, 4, 5, 6, 7 വാക്യം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അവിടെ നിർത്തിയണം, എല്ലാവരും കേൾക്കണം. സമാധാനത്തിൽ ഇത് പ്രവചനമാണ്. അതുകൊണ്ട് മുറിവിൻ്റെ ഇംഗ്ലീഷ് വൂണ്ട്. ആന്റി ക്രൈസ്റ്റ്, മുറിവേറ്റ സമൂഹത്തിൽ നിന്ന്. 1-ാമത്തെ W. അടുത്ത വാക്ക് അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അടുത്തത് സർവഭൂമിയിലും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഈ ഭരണാധികാരിയെ കണ്ട് വിസ്മയിക്കുന്നു. മോൾ അവിടെ വെയിറ്റ് ചെയ്യ്. വിസ്മയത്തിന്റെ മലയാളമാ അതിശയം, അതിശയത്തിന്റെ ഇംഗ്ലീഷാ വണ്ടർഫുൾ. ഇവനെ കണ്ട് ലോകം വിസ്മയിക്കും. 2-ാമത്തെ W വണ്ടർഫുൾ. അടുത്ത വാക്ക് മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ ഇംഗ്ലീഷ് വർഷിപ്പ്, ആരാധന. 3-ാമത്തെ W സാത്താൻ ഉണ്ട്. വണ്ടർഫുൾ വർഷിപ്പ്. അടുത്തത് വായിക്കാം. മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്കു കഴിയും? ഈ ആന്റി ക്രൈസ്റ്റിനോട് പൊരുതുവാൻ ആർക്കും കഴിയത്തില്ല. അടുത്തത് എന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു. അടുത്ത വാക്ക് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു. വായി എന്ന് വരുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡ്. 4W കുഞ്ഞു വായിച്ചു. വണ്ടർഫുൾ വർഷിപ്പ്, ഊണ്ട്, വേർഡ്. 5-ാമത്തെ W ഇതാ ഇന്നത്തെ സംഭവം ഞാൻ പറയാൻ പോവാ. എല്ലാവരും കേൾക്കണം. 5-ാമത്തെ W വായിക്കാം മോളെ. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവം, മഹോപദ്രവം. 42 മാസം ആദ്യത്തെ നടക്കുന്ന സംഭവമായി മോള് വായിക്കുന്നത്. കർത്താവിന്റെ പരവിൽ കൈവിടപ്പെട്ടാൽ. അടുത്ത വാക്ക് അത് ദൈവത്തിന്റെ നാമത്തെയും കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. സാത്താൻ ബോസ്കോ അവന്റെ അപ്പനും കിടക്കുന്ന ദൈവദൂഷണത്തിനായി വായി തുറന്നു. പ്രസംഗം പുറകെ വരുവാ. അടുത്തത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ. മോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്താട്ടെ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും? സന്തോഷമില്ലല്ലോ. ഇച്ചിരി ഉണർവുണ്ട് മനസ്സിലാകുന്നവർക്കായി. വാർ. അത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ. എവിടൊക്കെ അധികാരം? വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. എവിടെ അധികാരം? ഇതാ പ്രസംഗം. ഇപ്പൊ ഇന്ത്യ നടക്കുന്ന സംഭവം, നാളെ നടക്കാൻ പോകുന്ന സംഭവം ഇപ്പൊ പറയാൻ പോകുന്നത്. വായിക്കാം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അതിന്റെ പേരാ ഇന്റർനെറ്റ്. മനസ്സിലാകുന്നവർക്കായി ഇനിയുള്ള കാര്യം 3 കാര്യം ഇപ്പൊ കേൾക്കണം. അച്ഛന്മാരെ, അമ്മമാരെ കേട്ടോണ്ട് എഴുതേൽക്കാവും. കമ്പ്യൂട്ടർ മനുഷ്യരെ കൊല്ലെന്ന് പറയുമ്പോൾ ഇന്ന് നിർത്താൻ ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ 1 ഏകലോക മതം വരും. അതിനാസ്പദമായി ഇവിടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ എല്ലാ മത നേതാക്കന്മാരെയും കാണും. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നു.
ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയമായി പ്രൈസ്തലോട് കൊടുക്കുന്നു ന്യൂ വേൾഡ് റിലീജിയൻ. എല്ലാം ഈ ഓൺലൈനിൽ കാണണം. ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ കിടക്കുന്നു. ആരുമായിട്ട് കൈ കൊടുക്കുന്നു? തുർക്കിയിൽ ഇസ്തംബൂളിൽ മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. ഇദ്ദേഹം ഒന്നുമല്ല, അന്തിക്രിസ്തു. പുറകെ പറയാം. ദാണ്ടേ ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ. ഇതെല്ലാം വത്തിക്കാനിൽ നിന്ന് വരും. അന്ത്യദിനം വഴിയൊരുങ്ങിക്കൊണ്ടിരിക്കുക. ശിവഗിരി മഠാധിപതി. നാലാമത്തെ കാര്യം, ആർച്ച് മാഷ് ബിഷപ്പ് ദാ നിൽക്കുന്നു, കത്തോലിക്ക സഭയായിട്ട് കൈ കൊടുക്കുന്നു. 5, ഇന്ന് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ അടിക്കുന്ന കാര്യം ദാണ്ടേ രാജകീയ ഊഷ്മളം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ മുസ്ലിം രാജ്യത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞെന്തോന്നറിയോ? നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാ, അതുകൊണ്ടാണ് ഈ അബ്രഹാം അക്കോഡ് പ്രകാരം ഇറാൻ അടിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ദാണ്ടേ നിങ്ങളുടെ മക്കൾ ആൻറ്റി അബുദാബി ദുബായിലുണ്ടെങ്കിൽ പാസ്റ്റർ കണ്ടാട്ട് ഒരു കുടക്കീഴിൽ 3 ആലയം. 1 യഹൂദൻ്റെ സിനഗോഗ്, 2 ക്രൈസ്തവരുടെ പള്ളി, 3 ഏറ്റവും നിർണായകമായി ഇസ്ലാമിൻ്റെ മോസ്ക്. ഇത് അബുദാബി ബനിയാസിൽ ഇതാ കിടക്കുന്നു ഒരു കുടക്കീഴിൽ. ഇതൊരു നിഴല. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ വെള്ളക്കുതിരയുടെ പുറമോടി കൂടി ആൻറ്റി ക്രൈസ്റ്റ് വരും. അവൻ എന്ത് ചെയ്യും? യഹൂദനാലയം പണിയ്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്ക് അവരുടെ പേരാ പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയ മണവാട്ടി. എല്ലാം അന്ത്യകാല സംഭവം. നാളെ എലോൺ മസ്കിലേക്ക് വരുമ്പോൾ ദാണ്ടേ മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ മോനെ ലൈവ് ക്ലിയർ ആയിക്കോണം. മാതാ അമൃതാനന്ദമയി, സ്വാമി പ്രകാശാനന്ദ, ആർച്ച് ബിഷപ്പ് തൂങ്കുഴി, പൂങ്കുഴി, മലയാറ്റിൽ, കുഴിയാറ്റിൽ എല്ലാ ബിഷപ്പും നിൽക്കുന്നു. ഇതിനകത്ത് 5 പേരെ കാണാനില്ല. 1 പെന്തിക്കോസുകാർ, 2 ബ്രദർകാർ, 3 CSIക്കാർ, 4 മർത്തോമാക്കാർ, 5 ഇവാഞ്ചലിക്കൽക്കാർ. ഇവരെ 5 പേരെയും കാണാനില്ല. മലയാളം ഇതുവരെ കവർ വന്നില്ല. സന്തോഷമില്ലല്ലോ. അവിടുന്ന് കവർ വരും, ഞങ്ങളും അവിടെ പോകും. അന്ന് കർത്താവ് വരും. ഇതാണ്ട് മത ഏകീകരണത്തിനായി ഇതെല്ലാം ഓൺലൈനിൽ കാണാം. 1 മതം. 2ാമത്തെ കാര്യം, ഭരണകൂടങ്ങൾ തകരുന്നു. നമ്മെ അരുമயான പിള്ളകൾ എന്ത് നൽസെയ്തി കൂട്ടങ്ങൾ ഉണ്മயான പാടൽ പാടുത്. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. കേട്ടാ ട്രൈയാം. 2009 തുടങ്ങി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ. എവിടാ ഭരണകൂടം? 1 ടുണീഷ്യ, 2 അൾജീരിയ, 3 ഈജിപ്തിലെ നിർണായകമായ ഹുസൈൻ രാജാവ്. ആ ഈജിപ്തിലെ രാജാവ് ജയിലിനകത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ജോർദാനിലെ ഹുസൈൻ രാജാവ്, സിറിയയിലെ ബാഷർ, അത് കഴിഞ്ഞിട്ട് ലിബിയയിലെ കേണൽ ഗദ്ദാഫി. എല്ലാത്തിനെയും തട്ടിയില്ലേ. ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യക്ക് അയൽക്കാർ 2 ഭരണകൂടം പോയി. ആ ഭരണകൂടമാ നേപ്പാൾ, ബംഗ്ലാദേശ്. കരം ഉയരുന്നില്ലല്ലോ അങ്കിളെ. ഇതാ ഭരണകൂടങ്ങൾ തകരുന്നു. ബൈബിള് ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞിട്ട് ജനമിളകും. നാളെ ബാംഗ്ലൂരിൽ ഇറങ്ങാൻ പോവാ CJP, കോക്രോച്ച് ജനതാ പാർട്ടി. സന്തോഷം ഇല്ലല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി. ബാക്കി എല്ലാം മൊബൈലിൽ കണ്ടോണം. ജനമിളകും. എവിടായി ജനമിളകുന്നത്? ഇപ്പം ഈ കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഇന്ന് ഏറ്റവും നിർണായകമായൊരു സംഭവം, ജനം ആദ്യം ഇളകിയത് എവിടാ? അമേരിക്കയിൽ വാൾ സ്ട്രീറ്റ്, തൊഴിലല്ലെങ്കിൽ ജയിൽ. ശ്രദ്ധയോടെ. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ കുഞ്ഞുങ്ങൾ ഇളകി, ശമ്പളം കൂട്ടായി. ഗൾഫിൽ ഷേഖുമാരുടെ കാർ തടഞ്ഞു. നമ്മുടെ ഡൽഹിയിൽ പണ്ടൊരു അപ്പച്ചൻ വിസിലൂതി. അത് ആ ചൂല് പാർട്ടി. സന്തോഷമില്ലല്ലോ, ആപ്പ് പാർട്ടി ഡൽഹി. ഒരപ്പച്ചൻ വിസിലൂതി. അത് കഴിഞ്ഞിട്ട് ഇന്ന് ജനം റോഡിൽ ഇളകുന്നു. തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും. എല്ലാവരും കേട്ടിരിക്കുന്നത്, ഞാൻ ഈ ഇടുക്കിക്ക് അടുത്ത് CSIയുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ഈ ഇടുക്കിയിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ട്, അത് പെമ്പിളൈ ഒരുമൈ. അപ്പോൾ ഞാൻ എവിടെ പോയാലും നല്ല ആൾക്കാരെ കാണും. അവിടെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഒരു സഹോദരി ഗോമതിയെ കാണാൻ ഒരു താല്പര്യമുണ്ട്. അവർ ഭയങ്കര ഒരു സമരം നയിച്ച ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ പള്ളി പക്കത്തിരിക്കുന്നത് പൂപ്പാറ്. ഞാൻ പറഞ്ഞു, അവിടുത്തെ അച്ഛനിട്ട് കേൾവിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൂപ്പിട്ടിരിക്കുന്നത് நம்ம ஊழியக்காரன் വന്നിരിക്കുന്നത്, സജു സാത്തന്നൂർ വന്നിരിക്കുന്നത്. അവർക്ക് இந்த ഗോമതി സിസ്റ്റർ കാണാൻ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ. അപ്പോൾ ഉണ്ട്, 1 മണിക്കൂറിനകം വന്നാൽ കാണാം. ഞാനും അവിടുത്തെ അച്ഛനും കപ്പ്യാരും കൂടെ നേരെ അവിടുത്തെ പൂപ്പാറ പള്ളിയിൽ ചെന്ന് ചായ കുടിച്ച് ഒരു കൊച്ചു വീട് ഗോമതി സിസ്റ്റർ അടുത്ത് ചെന്ന്. അപ്പോൾ അവരെന്നോട് തമിഴിൽ യാറന്ത ഊളിയക്കാർ
ഞാൻ പറഞ്ഞു ഞാൻ താൻ ഊളിയക്കാരൻ, എതുക്ക് നിങ്ക ഇങ്ക വന്ന്? ഞാൻ പറഞ്ഞു സിസ്റ്റർ മറ്റൊന്നുമല്ല, താങ്കൾ വലിയൊരു പ്രക്ഷോഭം നടത്തിയോട് കാണാൻ വന്നേ. ഞാൻ അവരോട് കാര്യം ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ 2 ലക്ഷം രൂപയുടെ പോസ്റ്റർ അടിക്കും കൺവെൻഷന്, 1000 പേര് പോലും വരത്തില്ല. സിസ്റ്ററുടെ പെമ്പിളെ ഒരുമൈ 3000 പെൺകുളന്തകൾ വന്നു. അപ്പം കസേര ഇരുന്ന ഗോമതി സിസ്റ്റർ പറയാ ഇതുക്ക് മേലെ നാം വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടാൽ 5000 പെൺകുളന്ത റോഡിയിരിക്കുമെന്ന്. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. ഇതിൻ്റെ പേരാ പെമ്പിളൈ ഒരുമൈ. ഇന്നത്തെ കാലം എവിടം വരായി? ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. കേരളം എല്ലാവരും കേട്ടാട്ടെ. കേരളത്തിൽ VD സതീശൻ സാറിന് മുഖ്യമന്ത്രിയാവാൻ പറ്റിയല്ല. ഇവരെല്ലാം ചരട് വലിച്ചു. ആരും പോസ്റ്റ് ഒട്ടിച്ചില്ല, വെള്ളറടയിൽ ഒട്ടിച്ചില്ല, നെയ്യാറ്റിൻകരയിൽ ഒട്ടിച്ചില്ല. വാട്സപ്പിൽ കൂടെ ആരാണ്ട് പറഞ്ഞ് നമുക്ക് റോഡിൽ ഇറങ്ങാം. പാസ്റ്ററേ, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ആൾക്കാർ റോഡിലിളകി. പോസ്റ്റർ വേണ്ട, പരസ്യം വേണ്ട, ഒന്നും വേണ്ട. ഇന്റർനെറ്റ് ഒരുവന്റെ കയ്യിൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണം, ലോകം തീരാൻ പോവാ, അന്ത്യകാലം നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി തൊഴിലില്ലാത്ത പിള്ളേരെ പാറ്റകളെന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ 30കാരൻ ഒരു വെബ്സൈറ്റ് തുടങ്ങി. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 1.5 കോടി പേർ ആ കമ്പനിക്കകത്തായി. അവർ പാർട്ടിക്ക് പേരിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. മനസ്സിലാകുന്നവർക്കായി. നാളെ ബാംഗ്ലൂരിൽ അവരുടെ റാലി നടക്കുക. ഇന്ന് രാത്രി ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇനി വരാൻ പോകുന്ന ഇന്റർനെറ്റ് യുഗം. എല്ലാവരും ഈ വാക്ക് കേൾക്കണം. എലോൺ മസ്ക് നാളെ ഞാൻ പറയും, അവൻ്റെ സാറ്റലൈറ്റാ സ്റ്റാർലിങ്ക്, അതാ ന്യൂറോലിങ്ക്. അതിലാ ഈ മോൻ്റെ ലൈവ് പോകുന്നത്. ദാണ്ടാ കൊച്ചു പെട്ടി പുറത്ത് 2 കൊമ്പും ഇരിക്കുന്നത്. റിലയൻസ് ജിയോയും എയർടെലുമായിട്ട് കണക്ട് ചെയ്ത ലോകരാജ്യങ്ങളിൽ പോകുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഈ കാര്യം കേൾക്കണം. ഇതാ അന്ത്യകാല സംഭവം. എന്താ? ബംഗ്ലാദേശ്, നേപ്പാൾ അവിടുത്തെ ഇന്റർനെറ്റ് കട്ട് ചെയ്തു. പക്ഷേ സാറ്റലൈറ്റ് വഴി മൊബൈൽ ചാലുവായി. എങ്ങനെ വന്നു? ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു നെറ്റ്വർക്കിലേക്ക് പോവുക. എലോൺ മസ്കിന്റെ ഇന്റർനെറ്റിനെ തടഞ്ഞു നിർത്താൻ 5 രാജ്യങ്ങൾക്കേ കഴിയൂ. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന, 4 ഇസ്രായേൽ, 5 ഇന്ത്യ. ഇവിടെ സാർ ഇവിടെ ഇരിക്കുന്നു. കാശ്മീരി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യും ഗവൺമെന്റ്. മനസ്സിലാകുന്നവർക്കായി. തമിഴ്നാട്ടിൽ കലകം വരുമ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യും. എന്തിനാ? കോളുകൾ കട്ട് ചെയ്യുന്നു, സന്ദേശം. പക്ഷേ അമ്മാമേ, ചേട്ടാ, ചേച്ചി, ഇത് കേൾക്കണം. ഇന്ത്യ ഗവൺമെന്റ് കട്ട് ചെയ്താൽ ഇന്നത് തടയും. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്റർനെറ്റ് കട്ട് ചെയ്താലും ദൈവമക്കളെ, എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് വഴി ഫ്രീ വൈഫൈ ലോകം മുഴുവൻ. അന്ത്യകാലം. അതുകൊണ്ട് നേപ്പാളിൽ നിങ്ങൾ കണ്ടില്ലേ ജെൻസി കലാപം? ജെൻസി, അയ്യോ തോമാച്ചാൻ്റെ പോൽ ജിൻസിയും പ്രിൻസി അല്ല, ജെൻസി. പ്രായം കുറഞ്ഞ പിള്ളേരെ വിളിക്കുന്ന 25 വയസ്സിൽ താഴെ ജെൻസി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ജെൻസി കലാപം. അത് കഴിഞ്ഞിട്ട് നേപ്പാളിൽ കലാപം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ BJP ഗവൺമെന്റ് ഞെട്ടുന്നു. കോടിക്കണക്കിന് പേർ ഒരു ചെറുപ്പക്കാരൻ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ അതിനകത്തൂടെ മെസ്സേജായി ചങ്ങങ്ങളായി. അങ്ങനെ ഒരു കാലം വരുന്നു. നാളെ ബാംഗ്ലൂരിൽ മനുഷ്യ ചങ്ങലാവും. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതാണ് ബൈബിൾ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ കരമുയർത്തുന്നവർക്കായി സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. വേൾഡ് വൈഡ് വെബ്സൈറ്റ്, ഇന്റർനെറ്റ്. അങ്ങനെയെങ്കിൽ ഇളകുവോ? റോഡ് ജനം ഇളകുവോ? ഡൽഹി കർഷക സമരം നിങ്ങൾ കണ്ടില്ലേ? 10,000ങ്ങളാണ് ഇളകിയത്. ബൈബിളിനകത്തുണ്ട്. ഈ തലമുറയെ കർത്താവ് വരാൻ പോകുന്നു. വായിക്കാം. ഹഗ്ഗായി 2:6-7. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരല്ല, ഞാനല്ല. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. കടലിനെ ഇളക്കും. അടുത്തത് ഞാൻ സകല ജാതികളെയും ഇളക്കും. കോവിഡിന്റെ മറവിൽ അമേരിക്കയിലെ ഒഹിയോ, കന്യാകുമാരി, തേങ്ങാപ്പട്ടണം വല്ല ഇളകിയെന്ന കുഞ്ഞു വായിക്കുന്ന സകല ജാതികളെ ഇവിടക്കും. ഇതിന്റെ നടുവിൽ ഒരു സംഭവം ഉണ്ട്. അതിനുവേണ്ടി കൺവെൻഷൻ ഇവിടെ വെച്ചത്. വായിക്കാം. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും. സകല ജാതികളുടെ മനോഹര വസ്തു. അമ്മാമേ, അച്ചായ, ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? യേശുക്രിസ്തു പെന്തക്കോസ്തിന്റെ ദൈവമല്ല. യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല. യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല. കത്തോലിക്കന്റെ ദൈവമല്ല. മൂവോട്ട് കോണത്തിലൂടെ ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് കരമുയർത്തുന്നവർക്കായി ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ രാത്രി തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു. യേശു ഏക ദൈവ, യേശു ഏക രക്ഷിതാവ്, യേശു ഏക കർത്താവ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ വരാറായി.
അന്ത്യകാല സംഭവം 4-5 ബാക്കി കൂടെ വായിച്ച് നേരത്തെ നിർത്താൻ ബാക്കി നാളെ. അതിനതിൽ ആൻറ്റി ക്രൈസ്റ്റ് ആരെ? ആദ്യം യേശു വരുമോ അന്തിക്രിസ്തു വരുമോ? പലരും പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനാന്ന്, ചിലർ പറയുന്നത് നരേന്ദ്രമോദിയാന്ന്, ചിലർ പറയുന്നത് ബരാക് ഒബാമ എന്ന്. ആരുമല്ല. ആരാദ്യം വരും? യേശു അപ്പ വരുമോ അന്തിക്രിസ്തു വരുമോ? ആ സംശയം തീർക്കാം. ഉൽപ്പത്തി 49:10 മോള് വായിച്ചാട്ടെ. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകയില്ല. അപ്പൊ ആന്റി ക്രൈസ്റ്റ് അല്ല വരുന്നത്, അവന്റെ അമ്മായിയപ്പനുമല്ല വരുന്നത്, യഹൂദ ഗോത്രത്തിലെ സിംഹമായി, രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. 7 വർഷം ആര് ഭരിക്കും? 7 വർഷം 7 years. ഹു ഈസ് റൂളർ? 7 വർഷം 49-17 സിറിയാക്കാരനാ ഭരിക്കാൻ പോകുന്നത്. ഈ മാർപ്പാപ്പയൊന്നും അല്ല അന്തിക്രിസ്തു. അത് കഴിഞ്ഞിട്ട് മോഡി സാറല്ല, കൊറിയയിലെ ചില അമ്മച്ചിമാരെ കുഞ്ഞുറങ്ങാൻ ഒരു പേര് പറയുന്നത് കിങ് ജോങ് വരുന്നു. സന്തോഷമില്ലല്ലോ, കൊറിയയുടെ പ്രസിഡന്റ് പേരാ കിങ് ജോങ്. സ്വത്രം. അതൊന്നും അല്ല ആന്റി ക്രൈസ്റ്റ്. ആര് വരും? വായിക്കാം 49-17. താൻ വഴിയിൽ ഒരു പാമ്പും. യവനാ അന്തിക്രിസ്തു. താൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. സിറിയായി ആന്റി ക്രൈസ്റ്റ് വരുന്നല്ല. മോഡി സാറ് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനൊന്നുമല്ല. ഇവർ വഴിയൊരുക്കും. അങ്ങനെയെങ്കിൽ അവൻ വന്നാൽ മനുഷ്യനെ കണ്ണുകൊണ്ട് കാണും, അവൻ്റെ ശബ്ദം കേൾക്കും. ബൈബിളിൽ 2 പ്രവചനം മേജർ. ഒന്ന് വെളിപ്പാട്, പത്മോസിൽ യോഹന്നാൻ. മറ്റേത് ദാനിയേൽ ദീർഘദർശി. അവനെവിടാ? ബാബേൽ പ്രവാസം. അന്ന് 10 കൊമ്പ് ആന്റി ക്രൈസ്റ്റ് വരുമെന്ന് ദാനിയേലും പറഞ്ഞു കഴിഞ്ഞു. ന്യൂ വേ വേൾഡ് ഓർഡർ. വായിക്കാൻ കുഞ്ഞെ ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമത്തെ ഒരു മൃഗത്തെ കണ്ടു. അപ്പൊ വിചാരിക്കും മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? മൃഗം എന്ന് പറഞ്ഞാൽ എവിടെ പിന്നെ കുരിശുമലയിൽ ഇറങ്ങി വരുന്ന കടുവായും പുലിയല്ല. ബൈബിൾ മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാ മൃഗം എന്ന് പറയുന്ന പ്രവചനം. വായിക്കാം. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണത്തെ എല്ലാം അവൻ ചവിട്ടിക്കളയും. അടുത്തത് റോം. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഹിറ്റ്ലർ, മുസോളിനി സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ആ കരം ഒന്ന് ഉയർത്തിയാട്ടെ. ഇതാ ദാനിയേൽ പറഞ്ഞു 10 കൊമ്പ്, യോഹന്നാൻ പറഞ്ഞു 10 കൊമ്പ്. റോമാ സാമ്രാജ്യം മടങ്ങി വരും, അമേരിക്ക തകരും. എത്ര ക്ലിയറാ ഇത് ബൈബിൾ സംഭവം. എന്ത് കാര്യം പ്രസംഗിക്കാൻ കിടക്കും. നാളത്തെ ഒരു കാര്യം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുവാന്ന്. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. അവന്റെ പേര് അന്തിക്രിസ്തു. അവൻ അടുക്ക വാതിക്കൽ. അവൻ വരണമെങ്കിൽ 3 ഭരണം വീഴണം. അടുത്തത്. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. അവിടെ നിന്ന് നിൽക്കട്ടെ മക്കട്ടെ. ഇനി 2 ഭാഗമുള്ള 3 കൊമ്പ് വീഴണം. 1 ലോകഭരണം, രാജാധിപത്യം. ഗൾഫ് രാജ്യങ്ങളിൽ ആരാ ഭരിക്കുന്ന? ഷേഖുമാർ. അവര് വീഴണം, എണ്ണവില്ല. 2ാമത്തെ കാര്യം ഏകാധിപതികൾ. ആരാ? റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അത് 2 ഏകാധിപതി. 3 ജനാധിപത്യം. ഇത് 3 വീഴണം മാമേ. ജനാധിപത്യം, രാജാധിപത്യം, ഏകാധിപത്യം. ഇത് 3 വീഴണമെങ്കിൽ കോവിഡ് വന്നിട്ട് കാര്യമില്ല. അതിനൊരു സംഭവം വരണം. സാമ്പത്തിക മാന്ദ്യം. കരമുയരുന്നില്ലല്ലോ. എവിടെ എല്ലാം നിങ്ങളെ കളിക്കാവിളെന്ന് ഈ പനങ്കാല റോഡ് വഴി, മലയടി, മൂവോട്ടുകോണം, മേൽപ്പാല, മേൽപ്പുറം അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഒരു ബോർഡുണ്ട്. യേശു വരാൻ കാലമായെന്നല്ല, വസ്തുവും വീടും വിൽക്കാറുണ്ട്. കരം ഉയരുന്നില്ലല്ലോ. എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധി. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ് അന്തിക്രിസ്തു പറയുന്നത് ഞാൻ വരാൻ റെഡിയാക്കാം. അവൻ വന്നാൽ 2 ബേസ്. അതാണ്ട് ഇപ്പൊ ലാപ്ടോപ്പിനെ പറ്റി പറയാൻ പോവാ. 2 ബേസ്. ആ കണ്ണിൽ വായിച്ചോട്ടെ മോളെ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. അവിടെ നിർത്തണം. ഇനി അടുത്ത വാക്യം മാറ്റരുത്. അടുത്തതും പ്രസംഗ. മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണ്. മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ കോളല്ല അവിടായി. പണ്ടത്തെ കോള് ഹലോ. ഇന്നത്തെ കോള് മുഖാമുഖം. മെസ്സഞ്ചർ, വാട്സപ്പ്, ട്വിറ്റർ, ബോട്ടി, ഇൻസ്റ്റാഗ്രാം. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. കേട്ടോ കോള്. നമ്മുടെ മൂവോട്ട് പോണത്തൊരപ്പച്ചൻ, ഒരമ്മച്ചി. നാടൻ ഭാഷയാ എന്നെങ്കിലേ പറയാൻ പറ്റൂ. നമ്മുടെ മൂവോട്ട് പോണത്തൊരപ്പച്ചൻ, അമ്മച്ചി. മോൻ മസ്കറ്റിലായിരുന്നു, സലാലയിൽ. കേട്ടാട്ടെ. അപ്പം മോളുമായിട്ട് അവിടെ ഒരു കുഞ്ഞും. പണ്ടത്തെ കാലം 90, 95, 98 കാലം. കേട്ടാട്ടെ. അപ്പോൾ ഇവിടെ കളിക്കാവുള്ള എക്സ്ചേഞ്ച് പറയും ഞങ്ങൾക്ക് മസ്കറ്റുമായിട്ട് കോള് വേണം.
അപ്പോൾ അവർ പറയും വൈകിട്ട് കാത്തിരുന്നാൽ മതി, ഞങ്ങൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ടേക്കാം. വൈകിട്ട് അപ്പച്ചനും അമ്മച്ചി 6 മണിയാവുമ്പോൾ താണ്ട ടേബിളിൻ്റെ മുമ്പ് ഇങ്ങനെ കാത്തിരിക്കും. മുട്ട ഒരു ഫോൺ, 4 കിലോ വെയിറ്റ് ഉള്ളൊരു ഫോൺ, മനസ്സിലാക്കുന്നവർക്കായി. അപ്പച്ചനും അമ്മച്ചി അവിടെ ഇരിക്കുമ്പോൾ SAG ഫോൺ വരും. ഹലോ, കൊഞ്ച നിമിഷത്തുക്കുള്ള ഞങ്ങൾ മസ്കറ്റുമായി കണക്ട് കൊടുക്കുന്നത്, നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് കാത്തിരിക്കുക. 4 കിലോ വെയിറ്റ് ഉള്ള ഫോണാ, 3 കിലോ ഫോണും 1 കിലോ റിസീവറും. സ്വോത്രം. അപ്പച്ചനും അമ്മച്ചി അവിടെ ഇരിക്കുക. നേരെ 6 മണിയായപ്പോൾ അടുത്ത കോൾ വരുന്നു. അപ്പച്ചൻ ചാടി ഒറ്റ ഹലോ, ഹലോ ജോസ് മോനെ, സുഖമായിരിക്കുന്നു. സ്വോത്രം. 4 വീട്ടുകാരും കേട്ട് അപ്പുറത്തെ വീട്ടിലെ കൂട്ടിലെ പട്ടിയും കുറച്ച്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പഴയ ട്രങ്ക് കോൾ. സന്തോഷമില്ലല്ലോ അമ്മമ്മേ? ഇന്നത്തെ കാലത്ത് 3 തപ്പച്ചൻ, വൈകിട്ട് 14 ഇഞ്ച് ലാപ്ടോപ്പ്, ഭിത്തിയിലൊരു ചെകുത്താൻ, കീ കീ കൂക്കു ഒറ്റഞ്ഞക്ക്. സന്തോഷമില്ലല്ലോ മാസ്കറ്റിലേക്ക്? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഉടനെ അമ്മച്ചി കൂടിയിരിക്കുന്നു. കേട്ടോ അമ്മമ്മേ? എന്താ അമ്മച്ചി കൂടിയിരിക്കുന്നു? സമാധാനത്തിൽ. ജോസ് മോനെ എന്തുകൊണ്ട് വിശേഷം? പപ്പ സുഖമായിരിക്കുന്നു. മമ്മി എവിടെ? അപ്പം മമ്മി പുറകെ കൂടെ ചോണ്ടുവാ. അപ്പം ചോണ്ട് പറയാം, മരുമോടെ കാര്യം ചോദിക്കാം. സ്വോത്രം. മോളെവിടെ? അവൾ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് കഞ്ഞി ഉണ്ടാക്കുന്നു. വേറെ എന്തുകൊണ്ട് വിശേഷം? മൂവട്ടുപാലത്ത് കൺവെൻഷൻ നടക്കുന്നോ? മലയടി വിശേഷം എന്തുകൊണ്ട്? വെളമങ്കോട്ട് നമ്മുടെ ഡോക്ടർ TT പ്രവീൺ ജയിച്ചോ? ഇതെല്ലാം സമാധാനത്തിൽ ചോദിക്കും. അപ്പോൾ അപ്പച്ചനോട് ചോദിക്കും, ഇന്നെന്തുവാ സ്പെഷ്യൽ? അപ്പോൾ അപ്പച്ചൻ പറയും, ഞങ്ങൾ കാരക്കോണത്ത് പോയി ഷുഗർ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഗോതമ്പ് ഞുറുക്കും കഞ്ഞി ഇതായിരിക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പോൾ അപ്പച്ചൻ മോനോട് ചോദിക്കും, നൈറ്റിക്ക് നിങ്ങൾക്ക് എന്താ സാപ്പാട്? ഇതാ നോക്ക്, പാത്രക്കത് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കൊക്കക്കോള മേശപ്പുറത്തിരിക്കുന്ന കാണാം. സന്തോഷമില്ലല്ലോ? അതിൻ്റെ പേരാ 5G. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലയോ? അതില്ലയോ കോവിഡ്? മനസ്സിലാകുന്നില്ല? പണ്ട് നിങ്ങൾ ഈ ടച്ച് ഫോൺ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. മമ്മി എവിടാ ടച്ച് ഫോൺ ഇട്ടിരുന്നതെന്നറിയാവും? അവിടെ കൊട്ടയ്ക്കകത്താണ് കൊടുക്കത്തില്ല. കോവിഡ് വന്നപ്പം ക്ലാസ് മാറി. ഗൂഗിൾ, അത് കഴിഞ്ഞിട്ട് സൂമ്, മൊബൈൽ ആപ്പ്, സൂം ആപ്പ് എല്ലാം. ഇപ്പോൾ പിള്ളേർക്ക് നല്ലതുപോലെ മൊബൈൽ അറിയാം. സന്തോഷമില്ലല്ലോ? അപ്പനും അമ്മയും മര്യാദയ്ക്കുന്നില്ല, നിങ്ങളെ ആപ്പിലാക്കും. മനസ്സിലാകുന്നവർക്ക് ആ ശോധനം. ബാക്കിയൂടെ കേട്ടാട്ട്, ഞാൻ മാർത്താണ്ഡം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ താഴെ, പേര് പറയത്തില്ല, കോവിഡ് കഴിഞ്ഞിട്ട് 3 ദിവസം 5 ദിവസത്തെ കൺവെൻഷൻ, 2 നാൾ മറ്റൊരു ഊളിയക്കാർ, 3 നാളുകളിൽ ഞാനാ പ്രസംഗിച്ചത്. ഉലകത്തിൻ മുടിവ് കടശിക്കാല ചെയ്തികളും. അപ്പോൾ അവിടുത്തെ തലമൈ ബോധകർ 85 വയസ്സ്. അയ്യാ, നൈറ്റൊക്കെ പ്രശ്നം കഴിഞ്ഞ് 9:30 ഞാൻ പാട്ടുപാടി വരുന്നത്. അങ്ങ് അവർക്കിട്ട് കേൾക്കുന്നത് കൊഞ്ചം ടീയെ കൊടുക്കുന്നത്. അവർ നല്ല കട്ടൻ ടീ വരുമ്പോൾ ഈ 85 വയസ്സുള്ള അപ്പച്ചൻ ലാപ്ടോപ്പ് ഇട്ട് രാത്രി 9:30 ഞെക്കുന്നു. സന്തോഷമില്ലല്ലോ? മധ്യത്തല പിടിക്കാൻ വയ്യാത്ത അപ്പച്ചൻ. എനിക്കാന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ചോദിച്ച്, അപ്പച്ചാ യാർക്കിട്ട് പേസുகிறது? അപ്പോൾ അവർ പറഞ്ഞ്, എൻ മകൻ കുളന്ത UK നേഴ്സായിരിക്കുന്നത്, അവൾ ജോലി മുടിച്ചാച്ച് ഞാൻ ചാറ്റ് ചെയ്യുവാന്ന്. സന്തോഷമില്ലല്ലോ? 85 വയസ്സ് മാർത്താണ്ഡത്തിന് താഴെയുള്ള അപ്പച്ചൻ ചാറ്റ് ചെയ്യുന്നു. സ്വോത്രം. 2-ാം ദിവസം പിന്നെ ഞാൻ ചോദിച്ച്, പിറ്റേന്ന് വൈകിട്ട് രാത്രി പോകും, അതുകൊണ്ട് 2-ാം ദിവസം ഞാൻ ചോദിച്ച്, അപ്പച്ചാ ഈ കമ്പ്യൂട്ടർ എങ്ങനെ പഠിച്ച്? അയ്യാ, ഉങ്ങൾക്ക് தெரியாது, ചർച്ചെല്ലാം പൂട്ടിയിരിക്കുന്നത് കോവിഡ് കാലത്ത്. ഞാൻ സൂം വഴി ചെയ്തി കൊടുത്ത് എനിക്കിപ്പോൾ ലാപ്ടോപ്പ് അരുമயான തേവയായിരിക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. 85 വയസ്സുള്ള അപ്പച്ചന് മൊബൈൽ. ആളുടെ പേര് പറയത്തില്ല, ആൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പം ഞാൻ മിണ്ടിയല്ല. സ്വോത്രം. എനിക്കറിയാവുന്നത്. അങ്ങനെ എല്ലാവരും ഇത് പഠിച്ചില്ലയോ? അങ്ങനെയെങ്കിൽ കോവിഡ് വാക്സിൻ്റെ മറവിൽ, എല്ലാവരും കേൾക്കണേ, കോവിഡ് വാക്സിൻ്റെ മറവിൽ നമ്മുടെ ഡേറ്റയെല്ലാം ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുപോയെങ്കിൽ ഇന്നത്തെ മെസ്സഞ്ചർ കാൾ, ട്വിറ്റർ കാൾ, വോട്ടിംഗ് കാൾ എല്ലാം ഈ കമ്പ്യൂട്ടർ ഒരുവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ സകല മനുഷ്യനെയും കാണും മൊബൈൽ ക്യാമറ വഴി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ നമ്മെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കാൻ ഈ തലമുറയിൽ വരാറായി. മനസ്സിലാകുന്നവർക്കായി. 2, വമ്പ് പറയുന്ന വായു. വായിച്ചാട്ടെ മോളെ അടുത്ത്. വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. മതി മോളെ. ദാണ്ടേ, പണ്ട് നിങ്ങളെ മാർത്താണ്ഡത്ത് വന്നിട്ട് ചോദിക്കും, മലയടി എവിടെ? അല്ലെ മൂവട്ട് പോകണം എവിടെ? ഇതൊന്നും വേണ്ട, വഴിയിലെ നാരായണൻ ചേട്ടനോട് ചോദിക്കണ്ട. എന്ന് ഞങ്ങളുടെ മൊബൈലിൽ ഒരുത്തനുണ്ട് നല്ലത്, ഗൂഗിൾ. സന്തോഷമില്ലല്ലോ? അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ പറയുന്നത്, മമ്മിക്ക് ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല, ചാറ്റ് GPT ആണ് നല്ലതെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് 300 കൊടുത്താൽ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, മലയടി മൂവട്ട് പോകണം, ലെഫ്റ്റേ റൈറ്റേ എല്ലാം. അവൻ്റെ പേരാ ഗൂഗിൾ. ഇതാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, സാത്താൻ ലോകത്തോട് സംസാരിക്കും. തമിഴ് മക്കളെല്ലാം കേട്ടിരിക്കണം പാസ്റ്റർമാർ. എന്താ? ഇസ്രയേലിൻ്റെ പർവ്വത നിര, അവിടെ ഒരു കമ്പ്യൂട്ടർ സെറ്റായി. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. ലാസ്റ്റ് മൊബൈൽ അടിച്ചാൽ മതി, അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. ഇന്ന് രാത്രി
ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ 200-ൽ പരം ഭാഷ ഡൈവേർട്ട് ചെയ്യുന്നു. ബാക്കി ഇവിടെ കേൾക്കണം. അതിനാസ്പദമായി ആ സോഫ്റ്റ്വെയർ ആരെടുത്തു? ഇന്ത്യ ഗവൺമെന്റ്. മോഡി സാറിന്റെ മൻ കി ബാത്ത് കേട്ട എത്ര പേരുണ്ട്? ഡൽഹി ഇരുന്ന് അദ്ദേഹം പറയുന്നത് 8 കോടി പേരാ കേൾക്കുന്ന ഇസ്രയേലിലെ സോഫ്റ്റ്വെയർ. അത് മൻ കി ബാത്ത് കൊരങ്ങൻ തൃപ്പയാറി മൻ കി ബാത്തല്ല, കൊരങ്ങൻ തൃപ്പരപ്പി കുളിക്കാൻ പോയതല്ല. മനസ്സ് കീ ബാത്ത് നല്ല കാര്യം മനസ്സിലാകുന്നവർക്കായി. പ്രധാനമന്ത്രി ഞായറാഴ്ച 8 കോടി പേർ. 2 തമിഴ്നാടിൻ முதலமைச்சர் സെന്റ് ജോർജിന് പേശുகிறது നിങ്ങൾ തമിഴ് മക്കൾക്കെല്ലാം കേൾക്കത് സോഫ്റ്റ്വെയർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓണാശംസ ഇതെല്ലാം കേൾക്കും. കോവിഡ് കാലത്ത് ഇവിടെ ഇലക്ഷൻ നടന്നു, പലരും വീട്ടിൽ വന്നില്ല. അമ്മാമ്മ രാവിലെ എടുത്തപ്പോൾ ഫോൺ, നിങ്ങൾ ചിഹ്നം താമര വോട്ടേ കൊടുക്കെങ്കിൽ ഉച്ചയ്ക്ക് ചാപ്പാട് സാപ്പിട്ടപ്പോൾ അടുത്തത് വരുന്നു, നിങ്ങൾ വോട്ട് കൈപ്പത്തിക്ക് കൊടുക്കാൻ. സ്ഥാനാർത്ഥി വീട്ടിൽ വന്നില്ല, സോഫ്റ്റ്വെയർ. ഇനി 3 കാര്യം കേൾക്കണം. മോഹൻ സി ലാസറസ് കേട്ട എത്ര പേരുണ്ട്? 4 മാവടി. കരം ഉയരുന്നില്ലല്ലോ, ഞാൻ രാവിലെ പറയാം. അതേ നല്ല ചെയ്തിയെ കൊടുക്കുന്നത്. അതൊക്കെ തമിഴ് മക്കൾക്ക് ചെയ്തിയെ കൊടുക്കുന്നത്. അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ആരും വേണ്ട, കൂടെ ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ വഴി മാറ്റുന്നു. 2 വേറൊരു പെൺകുട്ടി, ഒരു ചേച്ചി, അവരുടെ പേര് നമ്മുടെ ജോയിസ് മേയർ. കരം ഉയർത്തുന്നവർക്കായി. അവർ കേരളത്തിൽ വന്നിട്ടില്ല, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഹാർവസ്റ്റിലും പവർ വിഷനും മലയാളം, ഇസ്രയേലിലെ സോഫ്റ്റ്വെയർ. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാ മക്കളും കേൾക്കണം. സാത്താന്റെ കയ്യിൽ സോഫ്റ്റ്വെയർ കിട്ടിയാൽ ഗൂഗിൾ സംസാരിക്കും. ഗൂഗിൾ സംസാരിക്കോ? നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഒരു പെങ്കൊച്ചു വന്ന് ജെമിനി, സന്തോഷമില്ലല്ലോ, ഐ ആം ജെമിനി ഹെൽപ്പ് ഫോർ യു. ദാണ്ട് ഇവിടെ പുതിയ കാർ കിടക്കുന്നു. മോൻ സ്റ്റാർട്ടാക്കുമ്പോൾ വേറൊരു പെങ്കൊച്ച് ക്ലാര, ഹൗ ആർ യു ബ്രദർ, സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ശാസ്ത്രം ഇവക്കുള്ള മൂത്ത ചേച്ചി നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്നു, ഗൂഗിൾ ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവൻ ലോകത്തോട് സംസാരിക്കും. മനുഷ്യനെ നോക്കുന്ന കണ്ണും അതോടൊപ്പം ലോകത്തോട് സംസാരിക്കും. എന്നാൽ മൂവോട്ടുകോണ കൺവെൻഷൻ്റെ 6ാമത് രാത്രിയിൽ അവൻ്റെ ശബ്ദം നിങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. മൂവോട്ടുകോണമേ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 വാക്യം പാട്ട്, ബാക്കി രാവിലെ. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. 2 കാര്യം പറഞ്ഞ് പാസ് പറഞ്ഞ സമയത്ത് നിർത്തും. 9:30 വരെയും പോകത്തില്ല, 9:05 മാക്സിമം. ഇപ്പം നിർത്തിത്തരാം. 2 കാര്യം കൂടെ പറയാം, ബാക്കി നാളെ. വെളിപ്പാട് 13:15 കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലു. വായിച്ചാട്ട് മോളെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. മോൾ അവിടെ നിർത്തിയാട്ടെ, എല്ലാവരും കാണണം. യോഗം കഴിഞ്ഞാൽ ഈ ലിങ്കും വീട്ടിൽ കാണണം. ഒരു 10 വർഷം പുറകിൽ ഞാനിവിടെ വന്നാൽ നിങ്ങൾ പറയും റോബോട്ട് സംസാരിക്കൂ. ദാണ്ടേ കുഞ്ഞുങ്ങൾ കണ്ടാട്ടെ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് 1. 2 റോബോട്ട് ഇപ്പം സൗദി പൗരത്വം. മൂവോട്ട് പോണത്തെ ചാക്കോച്ചൻ ചേട്ടൻ 20 കൊല്ലം സൗദിയിൽ നിന്നിട്ട് അറബി ഒരു പാസ്പോർട്ട് പോലും കൊടുത്തില്ല. അതാ അടക്കുന്ന റോബോട്ടിന് പാസ്പോർട്ട്. ദാണ്ട് ഇപ്പം സാരിക്കാരിയായി സിനിമാ നടി നഗ്മയുടെ കണക്ക് ബോംബെ വന്നിരിക്കുന്ന റോബോട്ട്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. നല്ല കാര്യം. അടുത്തത് നിങ്ങൾ ചാറ്റ് GPT ഗ്രോക്ക് സോഫിയ ദാ കിടക്കുന്നു. റോബോട്ട് സംസാരിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വ്യോമമിത്ര മോനെ ലൈവ് ക്ലിയർ കൊടുത്തേക്കണം. യന്ത്രസുന്ദരി ഈ പെങ്കൊച്ച ബാംഗ്ലൂർ ISRO നിയന്ത്രിക്കുന്നത്. അപ്പോൾ റോബോട്ട് സംസാരിക്കുമോ? ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഇന്ന് രാത്രി എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. പത്മോസിൽ യോഹന്നാൻ കടന്ന് ഊളിയക്കാരെ കമ്പ്യൂട്ടറില്ല, വൈഫൈ ഇല്ല, ഫൈബർനെറ്റ് ഇല്ല. അന്ന് യോഹന്നാൻ പറഞ്ഞു റോബോട്ട് സംസാരിക്കും, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന വചനത്തിന് മാറ്റമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇത് ഉയർത്തുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. 2 കാര്യം കൂടെ കേട്ടെന്ന് നിർത്താം, ബാക്കി നമുക്ക് നാളെ സഭായോഗത്തിൽ പ്രസംഗിക്കാം. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ മോളെ, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവന് ബലം ലഭിച്ചു. നിർത്താൻ പോവാ. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവ്, അതിന്റെ പേരാ ബ്ലൂ ബ്രൈൻ, നിയന്ത്രിത ബുദ്ധി. അഥവാ ഈ റോബോട്ടിന് നിയന്ത്രിത ബുദ്ധി.
കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? എല്ലാവരും കേൾക്കണം, ഈ പ്രസംഗം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവും. ഇന്ന് രാത്രി കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കുമോ? പറയാം. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഈ മോൻ്റെ കൈ, നിങ്ങളുടെ ചർച്ചിലും കാണും കൊയറിൻ്റെ കൈ. അതിന് 5 ഘടകമുണ്ട്. 1 അതിൻ്റെ അടിയിലെ ബോർഡ്, 2 മൈക്രോ പ്രോസസ്സർ, 3 ലിഥിയം ബാറ്ററി, മേളിലൊരു സ്ക്രീൻ, അതിൻ്റെ കൂടെ ഇങ്ക് ബൾബ്. ഇതാ ലാപ്ടോപ്പ്. ആരെയും ഞാൻ കുറ്റം പറയല്ല. മൂവോട്ട് കൂടത്തൊരു പെൺകുട്ടി, ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി. ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്ത്, രാത്രി ചില കാര്യം പറയും, ഇവൾ അനുസരിക്കത്തില്ല. എവിടെ മെയിൽ ഐ ഡി അവൻ്റെ കയ്യിലുണ്ട്, അവനൊരു മെസ്സേജ് അയക്കും, വൈറസ് മെസ്സേജ്. ഇവർക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. മെസ്സേജ് വന്നാൽ ബാറ്ററി ചൂടാവും, ലിഥിയം ബാറ്ററി, സ്ക്രീൻ നേരെ ഹീറ്റാവും, മൊബൈൽ പൊട്ടിത്തെറിക്കും. എല്ലാവരും കേട്ടോണം, അന്ത്യകാല സംഭവം. മോനെ ഇത് ക്ലിയറായിട്ട് കൊടുത്തോണം. ദാണ്ടേ ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. മനസ്സിലാകുന്നവർക്കായി. ഇங்கே நம்ம களிக்காவில மார்த்தாண்ட பக்கம் பெட்ரோல் பம்ப் இருக்குது ஐயா, கேட்டிருக்குது. இங்கே வருவது நயாரா பம்ப் இருக்குது. അവിടെ ഒരു വാക്യം இருக்குது, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. യേശു വരാൻ കാലമായൊന്നല്ല, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവിടെ എങ്ങാണ് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പെങ്കൊച്ചു പറയും, അയ്യാ നിങ്ങൾക്ക് പുറത്തില്ല ചെയ്തിയെ കൂടി ഞാൻ എണ്ണ അടിച്ചങ്ങ് തരാമെന്ന്. സ്വോത്രം. നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ടച്ച് മൊബൈലിനകത്ത് ഒരു വൈബ്രേഷൻ വന്നാൽ, ഗൺ ചൂടായാൽ മിനിറ്റ് കൊണ്ട് പെട്രോൾ പമ്പ് കത്തിപ്പോകും. മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരം ജില്ല വെമ്പായം പെട്രോൾ പമ്പ് കത്തി. അടുത്തത് തൃശ്ശൂർ തിരുവല്ലാമല. ആദിത്യ എന്ന പെൺകുട്ടി കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു, അടൂരിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു, കർണാടകയിലെ തുംകൂറിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു. അതാ മൊബൈൽ പൊട്ടിത്തെറിക്കുന്ന കാലം. അതിൽ പറയുന്ന പേരാ ഇന്റർനെറ്റ് മർഡർ. ഇപ്പം മൊബൈലിനകത്തൊരു റിംഗ് ടോൺ വരുമല്ലേ. പണ്ട് നിങ്ങൾ ഫോൺ വന്നാൽ യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. ഇപ്പോഴത്തെ റിംഗ് ടോൺ എന്താ, അറിയാത്ത സെൽഫോണിന് നമ്പർ വന്നാൽ എടുക്കക്കൂടാതെ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. തമിഴ്നാട്ടിലും പേശ് ലോട്ടറി അടിച്ചു, KYC കര ഉയരുന്നില്ലല്ലോ. അയ്യോ, TPM-ലേക്കാർ നല്ല വിശുദ്ധന്മാർ, സ്വോത്രം. ആരും മൊബൈൽ യൂസ് പണ്ണാതെ, സ്വോത്രം. ഇപ്പോഴത്തെ റിംഗ് കാൾ നിങ്ങളോടെല്ലാം പറയുന്നു, ഇതാ ഇന്നത്തെ സംഭവം. മൊബൈൽ പൊട്ടിത്തെറിക്കോ? നിങ്ങളുടെ കയ്യിൽ ഈ വാട്സപ്പ് മെസ്സേജും വന്നാൽ അതിനകത്ത് എഴുതി വെക്കും, മെമ്മറി ഫുൾ, ഡെലീറ്റ് സം ഐറ്റംസ്. കരമുയരുന്നില്ലല്ലോ, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല. അതുപോലെ വൈറസ് മെസ്സേജ്. അങ്ങനെയെങ്കിൽ മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കോ? ഇത് കേൾക്കണം, ഇത് നിങ്ങൾ കേൾക്കണം. എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഇസ്രായേൽ അവരുടെ രഹസ്യാന്വേഷണ സംഘടന മൊസാദ്, ബാക്കിയൂടെ പറഞ്ഞുതരാം. മൊസാദ് ഒരു സംഭവം ചെയ്തു. ലെബനോനിലെ കമാൻഡർമാർ ഹിസ്ബുള്ള അവന്മാർ ഏകദേശം 3000 പേജർ ഉണ്ടാക്കി. അത് എവിടുന്നാ ഉണ്ടാക്കിയെന്നറിയാമോ? തൈവാനിന്ന്. അതിൻ്റെ സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അവർ ഹാക്ക് ചെയ്തു. 2 ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. ലെബനോനിലെ പേജർ സ്ഫോടനം. എല്ലാവരും കേൾക്കണം. തമിഴ് മക്കളോട് നിങ്ങൾ പറയണം. ഒരു സുപ്രഭാതത്തിൽ ഹമാസ് ഹിസ്ബുള്ള അടിച്ചപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ക്ലിയർ അവരിലുണ്ടായിരുന്നു. ഇസ്രായേൽ അത് ഹാക്ക് ചെയ്തിട്ട് പടപട മെസ്സേജ് അയച്ചു. ഹിസ്ബുള്ളയുടെ പോരാളികൾ ഇത് ഞെക്കിക്കൊണ്ടിരുന്നത് എന്താ സന്ദേശം വരുന്നത്. 28 മെസ്സേജ് വന്നപ്പോൾ മൊബൈൽ ചൂടായി. അവർക്കറിയത്തില്ലായിരുന്നു ലിഥിയം ബാറ്ററിക്കകത്ത് പിന്നെ ഇതുണ്ടെന്ന്, സ്ഫോടക വസ്തു ഉണ്ടെന്ന്. അതെല്ലാം പൊട്ടിത്തെറിച്ചു. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ലെബനോനിൽ 2800 പേജറ പൊട്ടിത്തെറിച്ചത്. 28 പേർ മരിച്ചുപോയി. അതിൻ്റെ പേരാ സൈബർ സ്ഫോടനം. മനസ്സിലാകുന്നവർക്കായി. നിങ്ങളുടെ മൊബൈലിനകത്ത് ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് വല്ലവർക്കും അറിയാവോ? സന്തോഷമില്ലല്ലോ. ചക്കയാണോ കുത്തി നോക്കാൻ? ഇതേത് സമയത്ത് പൊട്ടിത്തെറിക്കും. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്നത്തെ സോഫ്റ്റ്വെയർ ഒരുവൻ്റെ കയ്യിൽ കിട്ടിയാൽ, നമ്മുടെ ഇരിക്കുന്ന വിവോയോ സാംസങ്ങോ ആപ്പോ ഇതിനകത്തിരിക്കുന്നത് കാര്യം എന്താണെന്നറിയത്തില്ല. മെസ്സേജ് അധികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകൾ പൊട്ടിത്തെറിക്കുന്ന കാലം വരാറായി. ബാക്കി എല്ലാവരും കേട്ടോണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ലാപ്ടോപ്പ് പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് റൂട്ട് ചിച്ചയ്ക്കുന്ന ഇസ്രായേലിലെ മൊസാദ് അവർ പറഞ്ഞു, സാർ ലാപ്ടോപ്പ് പിടിക്കരുത്, അന്യായ സന്ദേശം വന്നാൽ പൊട്ടിത്തെറിക്കും. ബാക്കിയൂടെ 2018 എല്ലാവരും കേൾക്കണം. ഡേവിഡ് കാമറൂൺ, അതാ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി, ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടന, ആ സംഘടനയാ അന്ന് പറഞ്ഞത് എന്താ, സാർ ലാപ്ടോപ്പ് പിടിക്കരുത്. മോഡി സാർ പിടിക്കത്തില്ല. ഇന്റർനെറ്റ് വഴി മെസ്സേജ് വരാൻ സാധ്യത, പൊട്ടിത്തെറിക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് അധികാരം കൊടുക്കുക. അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിത്ത് ബ്ലൂ ബ്രൈറ്റ്, നിയന്ത്രിത ബുദ്ധി ലോകത്തെ ഭരിക്കും. മാമേ മോനെ,
കൊടുക്കണം. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോവുക. ഇന്നത്തെ ശാസ്ത്രലോകം, മലയാളം ബൈബിൾ കാണാം. റോബോട്ട് ദാണ്ടേ, റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാ ജെഫ്രി ഹിൻഡൻ, സോവിയെ, അയാൾ ഓടിപ്പോയി. ഇന്നത്തെ മലയാള പത്രങ്ങൾ ദൈവമാകുമോ നിർമ്മിത ബുദ്ധി, ദൈവമാകുമോന്ന് AI, ബ്ലൂ ബ്രെയിൻ. അങ്ങനെയെങ്കിൽ ഇതാ സംഭവം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതാണ് മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് അധികാരം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ്റെ ഇഷ്ടം എന്തുവാ? ആരാധന. എല്ലാവരും കേൾക്കണം. ശദ്രക്, മേശക്, അബേദ്നെഗോ ദുരാശു സമഭൂമി കൊണ്ടുവന്നിട്ട് സ്വോത്രകാഴ്ചയല്ല, ഒന്ന് വണങ്ങിയേക്കാൻ. തീർന്നില്ല. യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി ഒന്ന് വണങ്ങിയേക്കാൻ. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് വന്നാൽ, നിങ്ങൾ വണങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID അവനുണ്ട്. കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ പൊട്ടിത്തെറിക്കുന്നൊരു കാലം. അതിന് വിളിക്കുന്ന പേരാ ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ കൊല്ലുന്ന കാലം പൊട്ടിത്തെറിച്ച്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി, ഒരു രാത്രി കൂടി ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ പ്രത്യാശ, സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി 4 കണ്ടന്റ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ബാക്കി നാളെ നമ്മുടെ കർത്താവ് മടങ്ങി വരുമോ? ഇവിടെ നല്ലൊരു വീട്, എല്ലാവരും കേൾക്കണം. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 2 മിനിറ്റ് കൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞിപ്പോൾ നിർത്താം. ബാക്കി നാളെ. എന്താ? ഒരു ചെറുപ്പക്കാരി, അവർ വെളിനാട്ടിലാർക്കത്. എല്ലാ മക്കളും കേട്ടാട്ടെ. അവർ വെളിനാട്ടിലായിരുന്നു. പയ്യന് 36 വയസ്സ്, പെങ്കൊച്ചിന് 34 വയസ്സ്. മക്കളില്ല. അവരിവിടെ വന്ന് കാരക്കോണത്ത് നിന്ന് ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ആങ്കൊച്ചിനെ കിട്ടി. 2 വയസ്സ് കറുത്ത മോൻ. അപ്പോൾ പെങ്കൊച്ചിന് 37ആയി, അവന് 39ആയി. ഒരു ദിവസം ഉച്ചയ്ക്ക് നല്ല വീട്, കാറ്, സ്വിഫ്റ്റ് ഡിസയർ. അവർ ഒരു ബെഡിനകത്ത് ഉറങ്ങാൻ കിടന്നു. മക്കളെ കേട്ടാട്ടെ, എന്താ സംഭവിച്ചതെന്നറിയാമോ? ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞപ്പോൾ 3:30 ആയപ്പോൾ എഴുന്നേറ്റു. കുഞ്ഞുറങ്ങുക, 2 വയസ്സുള്ള കുഞ്ഞ്. അതിനൊരു തലയണ വെച്ചു. എന്താ? ചെറുപ്പക്കാരി അപ്പുറത്ത് കുറച്ച് തോട്ടം ഇരിക്കുന്നു, വെള്ളമടിക്കാൻ പോയി. അവർ പറഞ്ഞു വീട് പൂട്ടിയിട്ട് വാ, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വെള്ളമടിക്കുക, ചായ ഇടാം. അവർ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ നിലവിളി, പോക. അവർ ഓടി വന്നു. നോക്കിയപ്പോൾ ഷോർട്ട് സർക്യൂട്ട്. വീട്ടിൻ്റെ വാതൊക്കെ വന്ന് അവർ കതവ് തുറക്കാൻ നോക്കി. പറഞ്ഞു മാറണം, നിങ്ങൾ മരിക്കും. അയ്യോ, ചെറുപ്പക്കാരിയും പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞകത്ത് കിടക്കുക, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, മരിച്ചു കാണത്തില്ല. പല പ്രാവശ്യം തള്ളി. ചെറുപ്പക്കാരി കൈ കൊടുത്തിട്ട് പറഞ്ഞു ആരൊക്കെ ഞങ്ങളെ തള്ളിയാലും ഞങ്ങൾ ഈ വാതിൽ തുറന്നകത്ത് പോകും. അവർ ഓടി തള്ളി വാതിൽ തുറന്നു. 2 വയസ്സുള്ള കുഞ്ഞിനെ വാരിയെടുത്തു, പുറത്തൊക്കെ കൊണ്ടുവന്നു. അല്പ പൊള്ളല ബെഡിനകത്തുനിന്ന് വാരിയ കുഞ്ഞിന്. അവർ പറഞ്ഞു അല്പ പൊള്ളലേറ്റെങ്കിലും കുഞ്ഞ് രക്ഷപ്പെട്ടു. അവർ കരമുയർത്തി പറഞ്ഞു വീട് കത്തട്ടെ, കാർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി മൂവോട്ടുകോണത്തിനോട് പറയുന്നു ലോകം തീരാറായി, ഇവിടെ ഒരു ആറ്റം യുദ്ധം വരാറായി. അതാരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. മൂവോട്ടുകോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോകുന്നു പാട്ട്. യോഹന്നാൻ 14:30. യേശു എന്ത് പറഞ്ഞു? ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. അടുത്തത് ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു അന്തിക്രിസ്തു. അടുത്തത് അവൻ എന്നോടൊരു കാര്യവുമില്ല. മതി മക്കളെ, യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. അതിന് നമ്മുടെ കർത്താവ് വരും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. ഒരു കാര്യം, ഒരു വാക്ക്. നോഹ പെട്ടകം പണിഞ്ഞു, പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നു. ഇതടയാറായി ദൈവദാസന്മാരെ. അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി ഒരുവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ പുനരുത്ഥാനവും, ഞാൻ തന്നെ ജീവനും. ഈ വാതിലിൽ കൂടി കടക്കുന്നവൻ നിത്യതയിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി പെട്ടകത്തിൻ്റെ വാതിലടഞ്ഞതുപോലെ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയാറായി. സ്വർഗം ഇതിനെ കുറ്റിയിടാൻ കാലമായി. അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന വാതിൽ കൂടി കടക്കുന്നവൻ അക്കരെ നാട്ടിലെത്ത്. 2 കാര്യം. ഇപ്പോൾ ഒരു വഴി പാടും. എന്തൻ കൺമലയാനവരെ തമിഴ് പാടൽ മക്കളെ എടുക്കണം. ഇന്ന് 2ാം ലോക മഹായുദ്ധം. അമ്മച്ചി അപ്പച്ചൻ എല്ലാം കേട്ടാട്ടെ, ബാക്കി സാക്ഷിയല്ല നാളെ. 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. കേൾക്കണം, 10,000 പൗണ്ട് ബ്രിട്ടനിൽ ഒരു സംഘടന പറഞ്ഞു കൊടുക്കാം. പട വായിക്കണം. പലരും പട വായിച്ചു.
പള്ളിയിൽ പോകുന്ന പടം അയച്ചു, കുർബാനയുടെ പടം അയച്ചു, ഫ്ലവർ തോട്ടത്തിൻ്റെ പടം അയച്ചു. ഒരു പയ്യൻ, ഒരു വാലിബൻ 2 പിക്ചർ കൊടുത്തത്. ഒന്ന് ഒരു സമുദ്രം, സമുദ്രത്തിൻ്റെ മേലെ പാറ, പാറയുടെ മേളിൽ കാക്ക. അവൻ ഇങ്ങനെ എഴുതി, സമുദ്രം ഇളകുക, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി, ഒരു കുലുക്കമില്ല. രണ്ടാമത്തെ പിക്ചർ, എൻ്റെ അരുമயான മക്കളെ, സമുദ്രത്തെ തിരമാല ഇളകുമ്പോൾ ഒരു കുഞ്ഞു മീൻ കാക്കയുടെ വായിലേക്ക് പോകുന്നു. ആ പയ്യൻ എഴുതിയതാ, ലോകമാകുന്ന ഗംഭീരഭാരതി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അതിൻ്റെ വായിൽ ഒരു കുഞ്ഞു മീനിനെ കൊടുക്കാൻ എൻ്റെ ദൈവശക്തൻ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, പൈലച്ചടിക്ക് പ്രകാശം. അതുകൊണ്ട് ഗൾഫ് കുലുങ്ങട്ടെ, തമിഴ്നാട്ടിൽ പട്ടിണി വരട്ടെ, റബ്ബറിൻ്റെ വില കുറയട്ടെ, ഇവിടുത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടട്ടെ, ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന നിന്റെ വായ്ക്കകത്തൊരു മീനെ തരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അവസാനിപ്പിക്കുന്നു. ആന്റിക്രൈസ്റ്റ് വരുമോ? അതിനു മുമ്പ് എൻ്റെ യേശു വരും. 2 കമ്പ്യൂട്ടറിൽ കൂടി അവൻ നമ്മുടെ മുഖം കാണുമോ? അതിനു മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. 3 അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കൂ. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ കാന്തൻ വരും. 4 എതിർ ക്രിസ്തുവിന് ഒരു ബ്ലൂ ബ്രെയിൻ, ഒരു പ്രത്യേക ബുദ്ധി കിട്ടും. ആ ബുദ്ധി കിട്ടുന്നതിന് മുമ്പ് ആത്മശക്തിയുള്ള ദൈവസഭ എടുക്കപ്പെടും. ഇന്ന് രാത്രി 5 ലോകമാസകലം ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും പൊട്ടുന്നൊരു കാലം വരും. ആ ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ് കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങും.